ന്യൂസ് 18 പരിശോധിക്കുന്നു. വാങ്ങണമോ സർവീസ് തുടരണമോ ഇലക്ട്രിക് ബസ്സുകൾ? ഇലക്ട്രിക് ബസ്സുകൾ വേണമോ വേണ്ടയോ എന്നതാണ് സംസ്ഥാനത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്ന്. KSRTCയുടെ സിറ്റി സർക്കുലർ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ല എന്നും ഇനി ഇലക്ട്രിക് ബസ് വാങ്ങില്ല എന്നുമുള്ള മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയാണ് ഈ വിവാദത്തിന് വഴി തുറന്നത്. മന്ത്രിയെ തള്ളി CPM നേതൃത്വം രംഗത്ത് വന്നു കഴിഞ്ഞു. തിരുവനന്തപുരം നഗരത്തിലെ MLA-മാർക്കും മേയർക്കും ഗതാഗത മന്ത്രിയുടെ നിലപാടിൽ അതൃപ്തിയുണ്ട്. ലാഭനഷ്ടങ്ങൾക്ക് അപ്പുറം ഇലക്ട്രിക് ബസ്സുകൾ വേണമോ വേണ്ടയോ? തലസ്ഥാന നഗരവാസികൾ എന്തു പറയുന്നു എന്നാണ് ന്യൂസ് 18 ഈ മണിക്കൂറിൽ പരിശോധിക്കുന്നത്. ഔട്ട് ഓഫ് ചില ബസ് എന്ന ഈ പ്രത്യേക പരിപാടിയിലൂടെ ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളിലേക്കാണ് പോകുന്നത്. ഐശ്വര്യാനിൽ കിഴക്കേക്കോട്ടയിൽ നിന്നും MG മിഥുൻ, ഇലക്ട്രിക് ബസ്സിൽ നിന്നും HV നന്ദകുമാർ, തമ്പാനൂരിൽ നിന്നും നമ്മളൊപ്പം ചേരുന്നു. നമുക്ക് ആദ്യം ഈ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ. ആ പരാമർശങ്ങളിലേക്ക് ഒന്ന് പോയി അതിവേഗം ഇവരിലേക്ക് എത്താം. ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെന്ന് പറഞ്ഞെടുത്ത് വെളിയിലിടാൻ പറ്റുമോ? ചുമ്മാ കാശ് കിട്ടണ്ടേ? ഓടിക്കുന്നത് KSRTCയുമായി ചേർന്നല്ലേ ഷിഫ്റ്റ് ഓടിക്കുന്നത്. അങ്ങനെ അവർ ഓടുമ്പോൾ ഞങ്ങൾ KSRTCയുടെ ഓടിക്കൊണ്ടിരിക്കുന്ന നിലവിലുള്ള സിറ്റി സർവീസ് ബസ്സുകളുടെ കാശ് നഷ്ടപ്പെടുകയും അതംഗീകരിക്കാൻ പറ്റില്ല. പ്രൈവറ്റ് ബസ്സിന്റെ കാശ് പോകുന്നില്ലേ, ഓട്ടോറിക്ഷക്കാർ കാശ് പോകുന്നില്ലേ? അത് ഓസിന് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പും ഇതുപോലെ ബസ് ഓസിന് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കട്ടപ്പുറത്തിരിപ്പുണ്ട്. കാട് കയറിയെ കിടക്കുന്ന ചില ഫോട്ടോകൾ നിങ്ങൾ കാണുന്നുണ്ട്. അതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ആർക്കെങ്കിലും ഉപകാരപ്പെടണ്ടേ? 1 കോടിയുടെ ബസ് ഓടുമ്പോൾ ഒരു 10,000 രൂപയെങ്കിലും അതിൽ കിട്ടിയില്ലെങ്കിൽ നമുക്കതുകൊണ്ട് പ്രയോജനം എന്താണ്? നമ്മുടെ ആരുടെ പണം? കേന്ദ്ര ഗവൺമെന്റ് ആവട്ടെ, സംസ്ഥാന ഗവൺമെന്റ്, ആരുടെ പൈസ ആവട്ടെ, ജനങ്ങളുടെ കാശല്ലേ? ഞാനും നിങ്ങളും ചായ കുടിക്കുമ്പോൾ കൊടുക്കുന്ന ടാക്സ് ആണെന്ന ചിന്ത എല്ലാവർക്കും വേണം. ഒരു മന്ത്രിയുടെ പ്രശ്നമല്ലല്ലോ, ഇവിടെ മന്ത്രിസഭ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വരുന്ന സേവനങ്ങളെ ഏതെങ്കിലും ഒന്ന് ഇല്ലായ്മ ചെയ്യുക എന്നുള്ള നിലപാട് ഗവൺമെന്റ് എടുക്കുന്ന നിലപാടിന്റെ ഭാഗം അത് നയപരമായ തീരുമാനത്തിനെടുക്കും. അതൊക്കെ നയപരമായ തീരുമാനത്തിനെടുത്ത് ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സേവനത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഒരു വ്യവസായത്തിൽ ആകെയാണ് പരിശോധിക്കുമ്പോഴാണ് എന്തുണ്ട് നഷ്ടം. ഓരോന്നോരോന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൽ ഓരോന്നിലും ലാഭം ഉണ്ടാവും. അതാ കാര്യം. ഐശ്വര്യ അനിൽ, MG മിഥുൻ, HV നന്ദകുമാർ എന്നിവരാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ ജനങ്ങളുടെ പ്രതികരണം തേടി ഇപ്പോഴുള്ളത്. എനിക്ക് കാണാം ഇപ്പോൾ MG മിഥുൻ ബസ്സിനുള്ളിൽ തന്നെയുണ്ട്. ഐശ്വര്യ അനിൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലും. ഞാൻ ആദ്യം ബസ്സിലേക്ക് തന്നെ പോകാം. മിഥുൻ, ഈ ഇലക്ട്രിക് ബസ്സിലുള്ള ഈ യാത്രയിൽ മിഥുൻ കാണുന്നത് എന്താണ്? അത്യാവശ്യം ആളുകളില്ലേ? ഈ ബസ് ലാഭകരമാണ് എന്നുള്ള ചർച്ചകളുണ്ട്, കണക്കുകളൊക്കെ നമുക്ക് പറയാം. പക്ഷേ അതിനപ്പുറം ബസ്സിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ ഈ സമയത്ത്? എൽദോ, അതായത് ഞാൻ രാവിലെ ഈസ്റ്റ് ഫോർട്ടിൽ നിന്നാണ് ഈ ബസ്സിൽ ആദ്യം കയറുന്നത്. ആ സമയത്തൊക്കെ തന്നെ 1-2 പേര് മാത്രമേ ഉണ്ടായിരുന്നു എങ്കിൽ പോലും തന്നെ പക്ഷെ പിന്നീട് വലിയ രീതിയിൽ ആളുകൾ കയറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അല്പസമയം മുമ്പ് വരെ ഈ ബസ് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന സാഹചര്യമായിരുന്നുള്ളത്. ശാസ്തമംഗലത്തിലേക്കാണ് ഈ ബസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിറ്റി ഏരിയയിൽ വഴുതക്കാട് അടക്കമുള്ള ഭാഗത്തേക്ക് നിരവധി കോളേജുകളുണ്ട്, ഒപ്പം തന്നെ നിരവധി ഓഫീസുകളുണ്ട്. അവിടേക്കൊക്കെ വർക്ക് ചെയ്യാൻ എത്തുന്ന ആളുകളും ഒപ്പം തന്നെ പഠിക്കാൻ എത്തുന്ന വിദ്യാർത്ഥികളും ഒക്കെ തന്നെ നിരവധിയാണ് ഉള്ളത്. അവരൊക്കെ തന്നെ വലിയ രീതിയിൽ ആശ്രയിക്കുന്ന ഒരു ബസ് കൂടിയാണ് ഈ ഇലക്ട്രിക് ബസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ടത് 10 രൂപ മാത്രമാണ് ഇതിന് നിരക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിറ്റിയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ ഈ ഒരു 10 രൂപ നിരക്കിൽ ബസ്സിൽ പോകാമെന്നുള്ളത് തന്നെയാണ്. ആ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒപ്പം തന്നെ ആദ്യം ഈ ബസ് അവതരിപ്പിക്കുന്ന സമയത്ത് മറ്റൊരു സംവിധാനം കൂടി ഉണ്ടായിരുന്നു. അതായത് ഒരു ദിവസം പോവുകയാണെങ്കിൽ 50 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഏത് ബസ്സിൽ വേണമെങ്കിലും, ഈ ഇലക്ട്രിക് ബസ്സിലെ ഏത് ബസ്സുകളിൽ വേണമെങ്കിലും യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം അന്ന് ഏർപ്പെടുത്തുകയും ചെയ്യുന്നു. ആ ഒരു സൗകര്യത്തെക്കുറിച്ചും ഒപ്പം തന്നെ ഈ ബസ് ഇനി വാങ്ങില്ല അല്ലെങ്കിൽ അത് കാലക്രമേണ നിർത്തലാക്കാൻ പോകുന്നു, അതിൽ നിന്ന് നഷ്ടമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മന്ത്രി പറയുന്നത്. അത് നമുക്ക് ഈ യാത്രക്കാരോട് തന്നെ ചോദിക്കാം. എങ്ങനെയുണ്ട് ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ ഉള്ളത്? ബസ്സിന് യാത്ര ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഈ മന്ത്രി പറഞ്ഞൊരു കാര്യം പറഞ്ഞായിരുന്നു, ഗണേഷ് കുമാർ ഗതാഗതം നിർത്താൻ പോകുന്നെന്ന് അറിഞ്ഞായിരുന്നു. അതായത് ഇനി വാങ്ങിക്കുന്നില്ല എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത്. അതറിഞ്ഞായിരുന്നു. പക്ഷെ എങ്കിൽ ചിലവർക്ക് കുറച്ചു പേർക്ക് നഷ്ടമാണ്. കാരണം ഇങ്ങനെയുള്ള ഇടറോഡിൽ കൂടെ ഉള്ള ബസ് പോകുന്നത് ഞങ്ങൾക്കൊക്കെ വളരെ ഉപകാരമാണ്. തീർച്ചയായിട്ടും. അതായത് 10 രൂപ നിരക്ക് മാത്രം. 10 രൂപ നിരക്കുന്നല്ല, ബസ്സിന് പൈസ കൂട്ടിയാലും ഞങ്ങൾ കൊടുക്കും. പക്ഷെ ഞങ്ങൾക്ക് പോയി വരാനുള്ള സൗകര്യത്തിന് ബസ്സുള്ള റൂട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക്
വലിയ ഈ ബസ് ഉള്ളത് നല്ല അനുഗ്രഹമാണ് ഞങ്ങൾക്ക്. കാരണം ഒരു ഏത് സമയം നോക്കിയാൽ എവിടെയെങ്കിലും ഞങ്ങൾക്ക് ഇത് കയറാൻ പറ്റും. മറ്റേ ബസ് കാത്ത് നിൽക്കേണ്ടി വരില്ല. ഇതാകുമ്പോൾ എവിടെയെങ്കിലും ഞങ്ങൾക്ക് ഈ ബസ് 10 രൂപ ബസ് ഞങ്ങൾക്ക് ഒരു ഇടവിട്ട് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെ ഇറങ്ങിയാലും ഞങ്ങൾക്ക് പെട്ടെന്ന് പോയി വരാനുള്ള നല്ല സൗകര്യമാണിത്. അതുകൊണ്ട് ഇത് വേണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെയാണ് വേണമെന്നാണ് അഭിപ്രായം. എന്തായാലും ഇവർ പറയുന്നത് പോലെ തന്നെ നമുക്കറിയാം. അതായത് ഞങ്ങൾ വന്നു നിന്നപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടിൽ ഞങ്ങൾ വന്നു നിന്നപ്പോൾ തന്നെ ഏകദേശം ഇങ്ങനെ ഓരോ മിനിറ്റ് ഇടവിട്ട് 2-3 ബസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലൊക്കെ നിറച്ച് ആളുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്ത്. മറ്റു പ്രതികരണങ്ങൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ബസ് ഇങ്ങനെ നിർത്താൻ പോകുന്നു, അല്ലെങ്കിൽ ഇനി വാങ്ങില്ല എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത്? ഞങ്ങൾക്ക് ഈ ബസ്സുള്ളത് വലിയ അനുഗ്രഹമായിരുന്നു. നമുക്ക് ഡ്യൂട്ടിക്കൊക്കെ കൃത്യസമയത്ത് കയറാൻ ഈ ബസ്സുള്ളതുകൊണ്ട് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരു ഓട്ടോയ്ക്ക് തന്നെ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും. വലിയൊരു അനുഗ്രഹമാണ് ഈ ബസ്സുള്ളത്. ഈ നിർത്തണോണ്ട് എനിക്കൊരു ഇല്ല. പിന്നെ ചില സമയത്തൊക്കെ ഇങ്ങനെ ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് ഇങ്ങനെ ഇലക്ട്രിക് ബസ്സാണ്, ഇടയ്ക്ക് വെച്ചൊക്കെ നിന്ന് പോകാൻ സാധ്യതയുണ്ട് ചാർജൊക്കെ തീർന്നു കഴിഞ്ഞാൽ. ഇല്ല, ഇതുവരെ അങ്ങനെ നിന്നതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുമില്ല. ഞങ്ങൾ കയറിയിട്ട് ഇതുവരെ അങ്ങനെ നിന്നിട്ടുമില്ല. ഇതുവരെ അങ്ങനെ നിന്നിട്ടില്ല. വളരെ ഉപകാരപ്രദമായ രീതി തന്നെ ഉപകാരമാണ് ഞങ്ങൾക്ക് ഈ ബസ്. ഉപകാരമാണ് ഞങ്ങൾക്ക് ഈ ബസ് ഉള്ളത് ഞങ്ങൾക്ക് വളരെ ഉപകാരമാണ്. കാരണം ഞങ്ങൾക്ക് സമയത്തിന് ജോലിക്ക് കയറാൻ പറ്റും. ഞങ്ങൾ പണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ മെന്റൽ ഹോസ്പിറ്റലിൽ വർക്ക് പോയിട്ടുള്ളത്. ഇപ്പൊ അവിടെ നിന്ന് ഇഷ്ടംപോലെ ബസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഹോസ്പിറ്റലിൽ പോകാനും തൈക്കാട് ഹോസ്പിറ്റലിൽ പോകാനും ഒക്കെ വളരെ ഉപകാരമാണ്. അതുകൊണ്ട് ഈ ബസ് നിർത്തരുത് എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. നമുക്ക് പേരൂർക്കട ഇറങ്ങി ഈ ബസ് എപ്പോഴും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് പേരൂർക്കട ഇറങ്ങി മെന്റൽ ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഞങ്ങൾ പേരൂർക്കട ഇറങ്ങി നടന്ന് ഊളംപാറ ജംഗ്ഷൻ വരെ ഞങ്ങൾ നടക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ഉപകാരമാണ്, നല്ലതാണ്. തൈക്കാട് ഹോസ്പിറ്റലിൽ പോകാനും ഇത് ഞങ്ങൾക്ക് വളരെ ഉപകാരമാണ്. പിന്നെ ഈ പൊല്യൂഷൻ അതൊക്കെ പൊല്യൂഷൻ ഇതുപോലത്തെ ബസ്സുകൾ വന്നാൽ ഭാവിയിൽ ഡൽഹിയിലൊക്കെ ഉണ്ടായ പോലെ പൊല്യൂഷൻസ് ഒക്കെ കുറയും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനൊരു സാധാരണ വീട്ടുജോലിക്ക് പോകുന്ന വീട്ടമ്മയാണ്. ഞങ്ങളെപ്പോലെ ജോലിക്ക് പോകുന്നവർക്ക് ഇതൊരു സഹായമാണ്. ഭാവിയിൽ ഇതുപോലെ ബസ്സുകൾ കൂടുതൽ വന്നാൽ പൊല്യൂഷനിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. സൗണ്ട് ഒന്നുമില്ല, വണ്ടി പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. പാട്ട് കേട്ട് പോവാം. അങ്ങനെയൊക്കെ ഉണ്ട്. പാട്ടൊക്കെ ഉണ്ട്. നല്ല നല്ല ഇളയരാജ മ്യൂസിക് ഒക്കെ ഇട്ടാണ് പോകണം. വളരെ ആനന്ദകരമായിട്ട് നമുക്ക് യാത്ര ആസ്വദിച്ചു പോകാം. ടെൻഷനൊന്നും അറിയില്ല. നമ്മൾ ഒത്തിരി ടെൻഷനായിട്ടൊക്കെ ഉള്ള എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതൊന്നും ഇല്ല. പിന്നെ 10 രൂപയാകുമ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് നല്ലതാണ്. പിന്നെ പൊല്യൂഷൻസ് ഒന്നും വരില്ലെന്നാണ്. ഇതുപോലെ ബസ്സുകൾ വരണമെന്നാണ് പറയുന്നത്. അപ്പൊ മന്ത്രി പറയുന്നത് തെറ്റാണ്, ഇത് നഷ്ടത്തിലാണ് എന്നാണ് മന്ത്രി പറയുന്നത്. KSRTC പണ്ട് ഇതുകൊണ്ടല്ലല്ലോ, മുമ്പേ KSRTC നഷ്ടത്തിലാണ്. പണ്ട് മുതലേ KSRTC നഷ്ടത്തിലാണ്. ഇപ്പോൾ ഇത് വന്നതുകൊണ്ടാവാൻ സാധ്യതയില്ലല്ലോ. പക്ഷെ കണക്കുകൾ പ്രകാരം ഈ ഇലക്ട്രിക് ബസ്സിനൊക്കെ വളരെ ലാഭത്തിലാണെന്നാണ് പറയുന്നത്. നമുക്ക് തോന്നിയില്ല. നമ്മൾ വന്ന് കൈ കാണിക്കണ ഏത് സ്റ്റോപ്പിലും, പ്രൈവറ്റ് ബസ് പോലെ ഏത് സ്റ്റോപ്പിലും കൈ കാണിക്കുമ്പോൾ നിർത്താറുണ്ട്. ചേട്ടാ, സ്ഥിരമായി യാത്ര ചെയ്യാനുള്ളതാണ് ബസ്സിനകത്തേക്ക്. എങ്ങനെയുണ്ട് നമുക്ക് കുഴപ്പമില്ല. നമുക്ക് വലിയ നേട്ടമുള്ള ഉണ്ട്. ആട്ടോയ്ക്കൊക്കെ 10-30 രൂപ കൊടുത്ത് പോകേണ്ട അടുത്ത് 10 രൂപ കൊടുത്താണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല, കൊള്ളാം. എപ്പോഴും വന്നിട്ട് യാത്ര പോകാനൊക്കെ നിൽക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ കിട്ടാറുണ്ടല്ലോ ബസ്? എനിക്ക് എപ്പോഴും കിട്ടുന്നുണ്ട്. നമ്മളവിടെ നിൽക്കുമ്പോൾ കറക്റ്റ് വെള്ളാമ്പലം ബസ് ഇത് വരും. നമ്മൾ കയറി വെള്ളാമ്പലത്താണ്. തീർച്ചയായും എഴുതോ, അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ യാത്രക്കാർ തന്നെ പറയുമ്പോഴാണ് ആ അനുഭവം നമുക്ക് വ്യക്തമാകുന്നത്. അതായത് വളരെ ഉല്ലസിച്ച് പാട്ടൊക്കെ കേട്ട് ആനന്ദകരമായി പോകാൻ പറ്റും. ഒപ്പം തന്നെ എപ്പോൾ യാത്ര ചെയ്യണമെങ്കിൽ സിറ്റിയിലുടനീളം എവിടെ പോകണമെങ്കിലും കൃത്യമായ രീതിയിൽ ബസ് വരുന്നുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ബസ് നിർത്താൻ പാടില്ല. ഇത് കൂടുതൽ ബസ്സുകൾ വേണമെന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. മിഥുൻ ചോദിച്ചത് 5 പേരോടാണ്. ഒരു ചേട്ടനും 4 ചേച്ചിമാരും. അങ്ങനെ ഈ 5 പേരും വളരെ കൃത്യമായി ആ ബസ് വളരെ നല്ല ഒരു സർവീസാണ്, മികച്ച രീതിയിലാണ് പോകുന്നത് എന്നുള്ള അഭിപ്രായമാണ് രേഖപ്പെടുന്നത്. അതായത് 5 പേരാണെങ്കിൽ അതിൽ 100% റിപ്പോർട്ടും ബസ്സിന് അനുകൂലമാണ്. ഗതാഗത മന്ത്രി ഇത് കേൾക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. എങ്കിൽ പോലും ഞാനത് മിഥുനിലേക്ക് മടങ്ങിയെത്താം. ഞാൻ നേരെ കിഴക്കേക്കോട്ടയിൽ, അവിടെ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ ഐശ്വര്യ അനിൽ കൂടി ചേരുന്നുണ്ട്. ഐശ്വര്യയിലേക്ക് പോവുകയാണ്. ഐശ്വര്യ, ഈ കിഴക്കേക്കോട്ടയിലെ അവിടെ ഒരുപാട് പേർ ഈ ഇലക്ട്രിക് ബസ് കാത്തു നിൽക്കുന്നുണ്ടാകുമല്ലോ. അവരെ കാണാനുള്ള സാഹചര്യമുണ്ടെന്നും കരുതുന്നു. ഇപ്പോൾ മിഥുൻ ഒരു ഇലക്ട്രിക് ബസ്സിനുള്ളിൽ നിന്ന് സംസാരിച്ച ജനങ്ങൾ ഏവരും ഒറ്റ സ്വരത്തിൽ ഐകകണ്ഠേനയാണ് പറയുന്നത്, ഈ ബസ് നല്ല സർവീസാണ്, 10 രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെയും പോകാം, അനായാസം ഓഫീസിലെത്താം, പാട്ട് കേൾക്കാം, പിന്നെ ഒപ്പം പൊല്യൂഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണത്. ഈ ഐശ്വര്യയ്ക്ക് അവിടെ കാണാൻ കഴിയുന്ന സാഹചര്യം എന്താണ്? ഇലക്ട്രിക് ബസ്സുകൾ നിർത്തുന്നവിടെ ഇലക്ട്രിക് ബസ്സുകൾ കാത്തു തന്നെ ഒരുപാട് പേർ നിൽക്കുന്നുണ്ടോ? സാധാരണ ബസ്സുകളെക്കാൾ കൂടുതൽ ആ ബസ്സിനെ ആശ്രയിക്കുന്നവരുണ്ടോ എന്നതാണ് ചോദ്യം.
എൽദോ ഞാനിവിടെ വന്നിട്ട് ഏതാണ്ട് 45 മിനിറ്റ് ആകുന്നു. അതായത് ഈ ഈസ്റ്റ് ഫോർട്ട് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടപ്പുറത്തെ വശത്തും ഇപ്പുറത്തെ ഈസ്റ്റ് ഫോർട്ട് പഴവങ്ങാടി ക്ഷേത്രത്തിന് സമീപം വരെ ഞങ്ങൾ പരിശോധിച്ചതാണ്. ഈ ബസ്സുകളിലൊക്കെ നിറഞ്ഞ് ആളുകൾ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രാവിലെ മുതൽ തന്നെ ഓഫീസിൽ പോകുന്ന ആളുകളാകട്ടെ, സ്കൂളിൽ പോകുന്നവരാകട്ടെ, മറ്റാവശ്യങ്ങൾക്ക് പോകുന്നവരാകട്ടെ, എല്ലാവരും കൂടുതലായി ഇത്തരത്തിൽ ഇലക്ട്രിക് ബസ്സുകളെ ആശ്രയിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. ഈ ഇലക്ട്രിക് ബസ് നിർത്തലാക്കുന്നു എന്നൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതായത് ഇലക്ട്രിക് ബസ് ഇപ്പം നഷ്ടത്തിലാണ് എന്നൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ശ്രദ്ധിച്ചില്ല. ഈ 10 രൂപ നിരക്കിൽ ഒരു ബസ് ഉണ്ടല്ലോ, അത് എത്രത്തോളം ഉപകാരപ്രദമാണ് നിങ്ങൾക്കൊക്കെ? ഞങ്ങളുടെ കാലങ്ങളൊക്കെ കഴിഞ്ഞു മോളെ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെ പറ്റി അത് ഉപകാരപ്രദമാണോ ബസ്? അതെ അതെ, എല്ലാവർക്കും അത് ഉപകാരമാണ്. കൂടുതലായിട്ട് നമ്മുടെ KSRTC വലിയ ബസ്സാണല്ലോ. ഇപ്പൊ ഈ ഇലക്ട്രിക് ബസ് ചെറിയ ബസ്സാണ്, എല്ലാ റൂട്ടിലൂടെയും പോകുന്ന ബസ്സാണ്. അപ്പൊ അതിനെ എങ്ങനെയാണ് നിങ്ങൾ സാധാരണക്കാർ ആശ്രയിക്കുന്നത്? എത്രത്തോളമാണ് അത് നമ്മൾ യാത്ര ചെയ്യുന്നത് ചുരുക്കമാണ്. അപ്പോൾ ഈ ഉദ്യോഗാർത്ഥികൾക്കും പിള്ളേർ സ്കൂൾ കുട്ടികൾക്കും എല്ലാം അത് ഉപയോഗപ്രദമാണെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇപ്പൊ അത് നഷ്ടത്തിലായതുകൊണ്ട് ആ ബസ്സിന് വേണ്ട എന്നാണ് പറയുന്നത്. കൂടുതലായി ഇനി ആ ബസ് വേണ്ട എന്നാണ് മന്ത്രി പറയുന്നത്. അത് ആവശ്യമാണ്. കാരണം മറ്റുള്ളവർക്കും കൂടെ ഉപകാരമാവും, കുഞ്ഞുങ്ങൾക്കത് ഉപകാരമാവും. ആ സിറ്റി ബസ് ആവശ്യമാണ്. നിർത്തുന്നത് ഇതേപോലെ ഒരുപാട് റൂട്ടുകൾ ഇതേപോലെ കട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോലെ സാധുക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ ബസ്സിനെ കുറിച്ച് ചേച്ചിക്ക് എന്തോ പറയാനുണ്ട്? അല്ല, 10 രൂപ വെച്ചതുകൊണ്ടാണ് ആ ബസ്സിന് നഷ്ടം. അങ്ങനെ സിറ്റി മൊത്തം കറങ്ങുമ്പോൾ 10 രൂപയേ ആവുന്നുള്ളൂ. പക്ഷേ ഈ ഫെയർ സ്റ്റേജ് വെച്ച് എടുക്കുകയാണെങ്കിൽ അത് ലാഭത്തിലോടും. അപ്പൊ ചേച്ചി ഒരു ഐഡിയ കൂടി മന്ത്രിക്ക് നൽകുകയാണ്. ഒന്നുകൂടെ പറയൂ. ഫെയർ സ്റ്റേജ് വെച്ച് സാധാരണ ബസ് ഓടുന്നില്ല, ഫെയർ സ്റ്റേജ് വെച്ച് വണ്ടി ഒഴുകുകയാണെങ്കിൽ ലാഭത്തിലോടും. പക്ഷേ ഈ ബസ് ഈ 10 രൂപ കൊടുത്ത് പിന്നെ ഏത് റൂട്ടിലും പോകും, അതായത് ചെറിയ റോഡുകളിലൂടെയൊക്കെ പോകും. അപ്പൊ അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം റോഡുകളിലൂടെ അല്ലല്ലോ പോകുന്നത്. അല്ല, ഈ സിറ്റി മൊത്തം പോകും, അത് ഇട റോഡുകളിലൂടെയും പോകും. അതെനിക്ക് വലിയ ചെറിയ ഒരു ഐഡിയ കുറവുണ്ട്. ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? മറ്റുള്ള സ്ഥലങ്ങളിലേക്കും കൂടെ ഇത് വ്യാപിപ്പിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സിറ്റി സർവീസായിട്ട് ഒരുപാട് ഇടവഴികളിലെല്ലാം നേരത്തെ ഉണ്ടായിരുന്നു. ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീടിനിടയിൽ കൂടെ ഇഷ്ടംപോലെ ബസ്സുണ്ടായിരുന്നു. ഇപ്പോൾ ആ പരിസരത്തു നിന്ന് ഒരു ബസ്സുമില്ല. ഉണ്ടായിരുന്ന ബസ്സുകളും കൂടെ റദ്ദാക്കിയിട്ടുണ്ട്. കൂടുതൽ ബസ്സുകൾ വേണമെന്നുള്ളതാണ് ഈ ബസ് വേണമെന്നുള്ളത്. അതാണ് എല്ലാ റോഡിലും സഞ്ചരിക്കാനുള്ള എളുപ്പം. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം രാവിലെ മുതൽ നമ്മൾ കണ്ടതാണ്, ഇവർ ഈ മന്ത്രി പറഞ്ഞതിനപ്പുറത്തേക്ക് ആളുകൾ എത്രത്തോളം ഈ ബസ്സിനെ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായത്. നമുക്ക് തൊട്ടിപ്പുറത്ത് ഇപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് ബസ്സിലേക്ക് ആളുകൾ കയറുന്ന ദൃശ്യങ്ങളൊക്കെ കാണാം. അതായത് കൂടുതലായി ആളുകൾ എല്ലാ റോഡുകളിലൂടെയും ഒരു സിംഗിൾ റൂട്ടല്ല കവർ ചെയ്ത് വരുന്നത്. ഒരു റൂട്ടിലൂടെ കടന്നുപോയി മറ്റൊരു റൂട്ടിലൂടെ കറങ്ങി തിരിച്ചു വരുന്ന ഒരു രീതിയാണ് ഈ ഇലക്ട്രിക് ബസ്സിനുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതലായി ആളുകൾ ഈ ഇലക്ട്രിക് ബസ്സിനെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ ഈ മെയിൻ റോഡുകളിലൂടെ മാത്രം ബസ്സുകൾ പോകുന്ന ഒരു സാഹചര്യമല്ല. ഇപ്പോൾ ഇട റോഡുകളിലൂടെ പോലും ഈ ബസ്സുകൾ പോകുന്നത് കൊണ്ട് ജോലിക്ക് പോകാനും സ്കൂളിൽ പോകാനും ഒക്കെ എല്ലാവരും ആശ്രയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ ബസ് നിർത്തരുത്, കൂടുതൽ ഇടങ്ങളിലേക്ക് കൂടുതൽ ബസ്സുകൾ വ്യാപിപ്പിക്കണമെന്നുള്ള ആവശ്യമാണ് ഈ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ഇവിടുത്തെ ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനാകുന്നത്. എൽദോ, ശരി, ഐശ്വര്യയിലേക്ക് മടങ്ങി എത്താൻ SV നന്ദകുമാറിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. തമ്പാനൂരിൽ നിന്ന് നന്ദകുമാർ, ഈ കിഴക്കേക്കോട്ട തൊട്ടപ്പുറത്ത് നിന്ന് ഐശ്വര്യ പറയുന്നത് അവിടെയുള്ള ജനങ്ങൾക്കും അതേ ആഗ്രഹം, അതേ ആവശ്യം തന്നെയാണ്, ഇലക്ട്രിക് ബസ് നിർത്തരുത് എന്നുള്ളത്. തമ്പാനൂരിലെ കാഴ്ച എന്താണ് നന്ദൻ? അവിടെ ഇലക്ട്രിക് ബസ്സുകളുടെ സർവീസ് എത്രത്തോളം ഉണ്ട്? എനിക്ക് കാണാം പിന്നിൽ ഒരു ഇലക്ട്രിക് ബസ് തന്നെ. അപ്പോൾ നന്ദൻ, അവിടെ കണ്ട കാഴ്ച എന്താണ്? എൽദോ, എന്തായാലും മാസങ്ങൾക്ക് മുമ്പ് വരെ വളരെ പ്രൗഢിയോടെ തലസ്ഥാന നഗരിയെ ചുറ്റിക്കറങ്ങി സർവീസ് നടത്തി വന്നിരുന്ന ഈ ഇലക്ട്രിക് ബസ് ഒരു മന്ത്രി മാറിയപ്പോൾ ഇപ്പോൾ പേരുദോഷം കേൾക്കേണ്ടി വന്നു എന്നൊരവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത്. എന്തായാലും ഞാൻ ഇപ്പോൾ തമ്പാനൂരുണ്ട്. തമ്പാനൂരിൽ ഓട്ടോറിക്ഷകളും അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ബസ്സുകളുടെയും ഒരു വലിയ സമ്മേളനം നടക്കുന്നുവെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എവിടെ തിരിഞ്ഞാലും ഈ ബസ്സുകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. പേരൂർക്കട പോകുന്ന ബസ്സാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അത്യാവശ്യം നല്ല തിരക്കുമുണ്ട് ഈ ഒരു ബസ്സിൽ. പരമാവധി ആൾക്കാരൊക്കെ ഇലക്ട്രിക് ബസ്സിനെ സ്വാഗതം ചെയ്തു എന്ന് മുൻ ഗതാഗത മന്ത്രിയൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുക. ഒരുപാട് പേർ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഏകദേശം ഒരു വർഷം മുമ്പ് ഈ ഒരു ബസ് ഈ തലസ്ഥാന നഗരിയിൽ സർവീസ് നടത്തി വന്നപ്പോൾ ആദ്യമൊന്നും തന്നെ സിറ്റി സർക്കിളിൽ കയറാൻ ആൾക്കാരില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. പിന്നീടാണ് ഇതിന്റെ ഒരു നിരക്ക് 10 രൂപ എന്ന രീതിയിലേക്ക് മാറിയത്. ഈ 10 രൂപയിലേക്ക് മാറിയപ്പോഴാണ് കൂടുതൽ ആൾക്കാർ ഈ ഒരു ബസ്സിലേക്ക് കയറാൻ തുടങ്ങിയത്. അതിനുശേഷം മന്ത്രി തന്നെ, മുൻ ഗതാഗത മന്ത്രി അനിൽ രാജു തന്നെ പറയുന്ന ഒരു കാര്യം, ഈ ബസ്സിൽ 37 രൂപയാണ് ഇത്തരത്തിൽ
തരത്തിൽ ഒരു ഡീസൽ ബസ്സിന് കിലോമീറ്ററിന് ഉണ്ടാകുന്ന ചെലവ്. എന്നാൽ ഇലക്ട്രിക് ബസ് ആകുമ്പോൾ അത് ഏകദേശം 20 രൂപ മാത്രമേ ചെലവാവുകയുള്ളൂ, 20 രൂപയിൽ കുറവ് മാത്രമേ ചെലവ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞത്. എന്തായാലും പുതിയ ഗതാഗത മന്ത്രി വന്നപ്പോൾ ഈ ഒരു ബസ് ഇപ്പോൾ നഷ്ടത്തിലാണ് എന്ന രീതിയിലാണ് പറയുന്നത്. പുതിയ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. ചേട്ടാ, എന്താണ് അഭിപ്രായം? ഈ ഇലക്ട്രിക് ബസ്സുകൾ സാധാരണക്കാർക്ക് ഉപകാരമാണോ? ഈ പുതിയ ഗതാഗത മന്ത്രി പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ? ഈ ബസ്സുകൾ നഷ്ടത്തിലാണോ? നഷ്ടത്തിലല്ല, ആവാൻ സാധ്യതയില്ല. ഈ 10 രൂപ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമല്ലേ? തന്നെ, തീർച്ചയായിട്ടും. കൂടുതൽ ഇത്തരത്തിൽ ഒരു നിമിഷം തുടരുക. ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ആര്യ, നമ്മൾ ഈ ബസ്സിന്റെ ഇലക്ട്രിക് ബസ്സിന്റെ കാര്യം സംസാരിക്കുകയായിരുന്നു. അതൊരു നയപരമായിട്ടുള്ള തീരുമാനമാണ് എന്നുള്ളത് LDF ഒപ്പം CPM സംസ്ഥാന സെക്രട്ടറിയും ഇന്നലെ വ്യക്തമാക്കിയതാണല്ലോ. അപ്പോൾ മേയർ എന്ന നിലയിൽ ആര്യക്ക് എന്താണ് തോന്നിയത്? ഈ നഗരത്തിൽ തുടരെ ജനങ്ങളുടെ സഞ്ചാരം സാധ്യമാക്കുന്ന, അനായാസമാക്കുന്ന ഇലക്ട്രിക് ബസ്സുകൾ അത് നിർത്തുന്നത് അത് ഗുണകരമാകുമോ? ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നഗരസഭയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ് കാർബൺ ന്യൂട്രൽ നഗരം എന്നുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏതാണ്ട് 60 ബസ്സുകൾ ആദ്യഘട്ടത്തിൽ KSRTCക്ക് വാങ്ങി നൽകി. അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് നിർവഹിച്ചത്. അതിനുശേഷം ഇപ്പോൾ 20 ബസ്സുകളും 2 ഡബിൾ ഡെക്കർ ബസ്സുകളും വന്നിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനവും ഉടനെ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം ഏതാണ്ട് 33 ബസ്സുകൾ അടുത്ത ഘട്ടത്തിൽ വരാനുള്ള ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അപ്പൊ നമ്മുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും നഗരസഭയുടെയും തിരുവനന്തപുരം നഗരസഭയുടെയും പ്രഖ്യാപിത ലക്ഷ്യമാണ് കാർബൺ ന്യൂട്രൽ എന്നുള്ള കാഴ്ചപ്പാട് പോലെ തന്നെ ഇലക്ട്രിക് ബസ്സുകൾ നമ്മുടെ നഗരത്തിൽ ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാട് തന്നെയാണ്. അതുമായി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വം. നഗരസഭയുടെ ബഡ്ജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു നമ്മുടെ കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന കാഴ്ചപ്പാട്. അപ്പൊ അതുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. അത് സംസ്ഥാന സർക്കാരിന്റെ കൂടി പിന്തുണയും സംസ്ഥാന സർക്കാരിന്റെ കൂടി അഭിപ്രായം എടുത്തതിന് ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനം ആദ്യഘട്ടത്തിൽ തന്നെ നഗരസഭ ഏറ്റെടുത്തിട്ടുള്ളത്. ആര്യ, ഈ ഗതാഗത മന്ത്രി പറയുന്നത് ഇനി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങേണ്ട സാഹചര്യമില്ല, അത് ലാഭകരമല്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ ഗതാഗത മന്ത്രി അത്തരമൊരു നിലപാടെടുക്കുമ്പോൾ ഈ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഒരു അഭിപ്രായ പ്രകടനം അത് നേരിട്ട് അറിയിക്കുകയോ അല്ലെങ്കിൽ സർക്കാരിനെ ബോധ്യപ്പെടുത്താനോ LDFനെ അറിയിക്കാനോ അത്തരത്തിൽ എന്തെങ്കിലും നീക്കമുണ്ടോ മേയർ എന്ന നിലയിൽ? തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നൊരു വാർത്തയുടെ ഒരു ചെറിയൊരു ഭാഗമാണ് കണ്ടത്. അപ്പൊ പൂർണ്ണമായി ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഞാൻ പൂർണ്ണമായി അല്ല, എനിക്ക് മനസ്സിലായി. പക്ഷേ അതിനകത്ത് അദ്ദേഹം, എനിക്ക് തോന്നുന്നു, അതിന് ഏതെങ്കിലും തരത്തിൽ കൂടുതലായി അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം അതിന്റെ അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തുന്നു തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോ KSRTCയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയിട്ടുള്ള ബസ്സുകളുടെ പർച്ചേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSRTCക്ക് ഒരു ചെലവും വന്നിട്ടില്ല. കാരണം സ്മാർട്ട് സിറ്റിയിൽ നമ്മൾ വാങ്ങി നൽകിയ ബസ്സാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മറ്റു പരിപാലനവും തുടർ പ്രവർത്തനത്തിനും മാത്രമാണ് KSRTCക്ക് ആകെ വരുന്ന ചിലവെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതും സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ വാങ്ങിയത് കൊണ്ട് തന്നെ 5 വർഷത്തെ AMC അടക്കം വെച്ചുകൊണ്ടുള്ള കരാറായിരിക്കും സ്വാഭാവികമായിട്ടും എല്ലാ പദ്ധതിക്കും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഭാഗം. മറ്റൊന്ന്, നമുക്ക് റൂട്ടുകൾ ക്രമീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോ പല സ്ഥലത്തും നോക്കിക്കഴിഞ്ഞാൽ ഒരു ബസ്സിൽ നിൽക്കേണ്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ, അതായത് മറ്റൊരു ബസ് കൂടി ആ റൂട്ടിലേക്ക് വിട്ടുകഴിഞ്ഞാൽ ഉപയോഗപ്പെടുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ റൂട്ടുകൾ പുനഃക്രമീകരിച്ചാൽ തന്നെ ഫലപ്രദമായി നമുക്കിതിനെ ലാഭകരമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം, പ്രത്യേകിച്ചും ഒരു നഗരസഭ എന്നുള്ള നിലയിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ പൊതുജനങ്ങളുടെ ഗതാഗത മേഖലയിൽ നമുക്ക് ഇടപെടാൻ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, നമ്മളിപ്പോ മെട്രോ അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മൾ വലിയ ചർച്ച നടത്തുന്നു. അപ്പൊ അതിന്റെ ഒരു മൊബിലിറ്റി പ്ലാൻ നഗരസഭ ചർച്ച ചെയ്യുന്ന സമയത്ത്, നഗരസഭയുടെ കൗൺസിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് ഓൾറെഡി തയ്യാറാക്കിയിട്ടുള്ള ഒരു മൊബിലിറ്റി പ്ലാനിൽ തന്നെ പറയുന്നത് നമുക്ക് കൂടുതൽ, എത്രയും കൂടുതൽ നമുക്ക് എത്രത്തോളം നമുക്ക് നമ്മുടെ പൊതു ഗതാഗതം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമോ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അത് സ്റ്റഡിയുടെ മാത്രം ഭാഗമായിട്ടല്ല, ഏതെങ്കിലും ഒരു സ്റ്റഡിയുടെ മാത്രം ഭാഗമില്ല. അതിന് പുറമേ തന്നെ നമുക്കറിയാം, ഇന്ന് കാർബൺ അടക്കമുള്ള എമിഷൻ, കാർബൺ വാതകം അടക്കമുള്ള എമിഷനെ മാറ്റിയെടുക്കാൻ പരമാവധി പൊതു ഗതാഗത സംവിധാനത്തെ നമ്മൾ മെച്ചപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അത് നമ്മൾ പരമാവധി മുമ്പോട്ട് പോവുക. സംസ്ഥാന ഗവൺമെന്റിന് അത്തരമൊരു അഭിപ്രായമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുള്ളത്. മിനിസ്റ്ററോടും ആ കാര്യം സംസാരിച്ച് ഒരുമിച്ചൊരു തീരുമാനമെടുക്കാൻ തീർച്ചയായും കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്.
മേയർ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, എപ്പോഴെങ്കിലും ഈ ബസ് എവിടെയെങ്കിലും ഈ ചാർജ് തീർന്ന് വഴിയിൽ പെട്ടുപോയ സാഹചര്യം അല്ലെങ്കിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായി അങ്ങനെയൊക്കെ റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടോ നഗരത്തിൽ? ഇല്ല, ഇതുവരെ അങ്ങനെ ഒരു റിപ്പോർട്ട് നഗരസഭയ്ക്ക് ലഭിച്ചിട്ടില്ല. ഇതിന്റെ തീരുമാനിക്കുന്നത്, ഇതിന്റെ കൂടുതൽ പ്രവർത്തനങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി മേയർ അധ്യക്ഷനായി നമ്മൾ വാങ്ങി നൽകിയ ബസ്സുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും ക്രമീകരണങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് ആലോചിക്കാൻ വേണ്ടി മേയർ അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ട്. അതിനകത്ത് KSRTCയുടെ MD അടക്കം പങ്കെടുക്കുന്ന യോഗത്തിനകത്ത് വരുന്ന ഒരു കമ്മിറ്റിയാണ്. അതിനകത്ത് അത്തരം റിപ്പോർട്ടുകൾ നിലവിൽ വന്നിട്ടില്ല. റൂട്ടുകൾ സംബന്ധിച്ചിടത്തോളം, ഇതിന്റെ റേറ്റുകൾ സംബന്ധിച്ചിടത്തോളം ഒക്കെ അതിനകത്ത് തീരുമാനിച്ച് ഫലപ്രദമായി നമുക്ക് നടപ്പിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇതിന്റെ ചാർജ് വർദ്ധിപ്പിക്കുന്നതും മറ്റു കാര്യങ്ങളുമൊക്കെ ഗവൺമെന്റ് അതുപോലെ തന്നെ നഗരസഭയും ഒക്കെ സംയുക്തമായി ആലോചിക്കേണ്ട കാര്യമാണ്. അത് മിനിസ്റ്ററെ സംസാരിച്ച് നല്ല നിലയിൽ തന്നെ അദ്ദേഹം അതിനെ ഉൾക്കൊള്ളുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനെ ആ രീതിയിൽ തന്നെ നമ്മൾ എന്തൊരു പദ്ധതി നടപ്പിലാക്കിയാലും കൂടുതൽ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെയുള്ള നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇപ്പൊ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വേൾഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു NGOയുമായി സംയുക്തമായി ഒരു നെറ്റ് സീറോ കാർബൺ എന്ന് പറയുന്ന ഒരു പദ്ധതി, ഒരു പഠനം നടത്തി ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കാൻ വേണ്ടി കൂടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രാജ്യത്ത് ഇന്ത്യയിൽ തന്നെ മുംബൈ മാത്രമാണ് അങ്ങനെ ഒരു സ്റ്റഡി നടത്തിയിട്ടുള്ളത്. കേരളത്തിൽ ആദ്യമായാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അത്തരത്തിലൊരു സ്റ്റഡി നടത്തുന്നത്. ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ അടക്കമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അടക്കമുള്ളതിലുള്ള വാതകങ്ങളുടെ ഒരു ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അത്തരം കാര്യങ്ങൾ കൂടി പഠനം നടത്തുന്നതിന് വേണ്ടി നഗരസഭ കഴിഞ്ഞ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം, ആ പഠനം നടത്തുമ്പോൾ തന്നെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗതാഗത മേഖലയിൽ വരുന്ന മാറ്റം, അതുപോലെ തന്നെ വ്യവസായ മേഖലയിൽ നമ്മൾ കാണേണ്ട കാര്യങ്ങൾ, കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക, സോളാർ എനർജി എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരിക. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇപ്പൊ സോളാർ ഒരു ഉദാഹരണമായി എടുത്തു കഴിഞ്ഞാൽ, സോളാർ എനർജി അല്ലെങ്കിൽ സോളാർ പ്ലാന്റ് നമ്മൾ ആദ്യമായി കൊണ്ടുവരുമ്പോൾ അതിന്റെ ഇനിഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. പക്ഷേ ഇലക്ട്രിസിറ്റിയിൽ നിന്നും, നമ്മുടെ സാധാരണ വൈദ്യുതിയിൽ നിന്നും സോളാറിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്ന് ഇതിനോടകം തന്നെ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അതുപോലെ തന്നെയാണ് നമ്മുടെ ഗതാഗത മേഖലയും. നമുക്ക് ഏതെങ്കിലും പ്രയാസങ്ങൾ ഉണ്ട് എങ്കിൽ അത് പരിഹരിക്കാൻ നമുക്ക് തീർച്ചയായും സാധിക്കും എന്നാണ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഭിപ്രായം. ശരി ആര്യ, ഒരേ ഒരു കാര്യങ്ങൾ മാത്രം ചോദിക്കും. ഇപ്പോൾ വാങ്ങിയിട്ടുള്ള ഇലക്ട്രിക് ബസ്സുകൾ എത്ര നാൾ ഓടുമെന്ന് ഉണ്ടാക്കിയവർക്ക് പോലും അറിയില്ല എന്നും ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും ഉറപ്പ് നൽകാൻ കഴിയുമോ എന്നും കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ ചോദിക്കുന്നത് കേട്ടു. ഈ ബസ്സിന്റെ ഗ്യാരണ്ടി വാറണ്ടി സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ അറിയുമോ? അല്ല, അതൊക്കെ തീർച്ചയായിട്ടും ഒരു ബസ് അല്ലെങ്കിൽ ഏതൊരു പർച്ചേസ് നമ്മൾ വാങ്ങുമ്പോഴും അതിനകത്ത് കൃത്യമായി ആ കരാറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം തന്നെയാണ്. അതിലെന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അതല്ലാതെ പരിശോധിക്കണം. എന്തോ ഇതിന്റെ സർവീസ് ഒക്കെ 5 വർഷത്തെ ANC അടക്കമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ കരാറുമായി ബന്ധപ്പെട്ട് മറ്റൊരു തടസ്സവുമില്ല. കൃത്യമായി നഗരസഭ പരിശോധിച്ചിട്ടുണ്ട്, KSRTC MD അതിൽ നേരിട്ട് പരിശോധിച്ചിട്ടുണ്ട്. അതുപോലെ സംസ്ഥാന ഗവൺമെന്റ് കൂടി അപ്രൂവ് ചെയ്തത്. അതായത് ബോർഡ് മീറ്റിംഗിൽ, സ്മാർട്ട് സിറ്റിയുടെ ബോർഡ് മീറ്റിംഗിൽ അതിന്റെ കരാർ വ്യവസ്ഥകളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു പദ്ധതി തന്നെ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോ ഏതെങ്കിലും തരത്തിൽ ഇതിന് അങ്ങനെ ഒരു പ്രയാസമുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ നമുക്ക് വേറെ സംവിധാനമുണ്ട്. അതുകൊണ്ട് അതൊന്നും ഇതിനകത്തൊരു ഭാഗമേ അല്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കരാറൊക്കെ കൃത്യമായി തന്നെ വെച്ചിട്ടുണ്ട്. ഒരു പർച്ചേസ് നടപടിക്രമങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ബസ് പോലെയുള്ള ഇത്രയും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ നന്ദി. മേയർ ആര്യ രാജേന്ദ്രനാണ് പ്രതികരിച്ചത് വളരെ വിശദമായി. എന്താണെങ്കിലും ആര്യയുടെ വാക്കിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. നഗരസഭ ഇലക്ട്രിക് ബസ്സുകൾ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. മന്ത്രി അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് കൈക്കൊള്ളും എന്നുള്ളതാണ് മേയറുടെ പ്രതീക്ഷ, നഗരസഭയുടെ പ്രതീക്ഷ. ഞാൻ വീണ്ടും നന്ദകുമാറിലേക്ക് പോകുന്നു. നന്ദൻ ഇരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മേയറുടെ ടെലിഫോൺ കോൾ എത്തിയത്. നന്ദൻ, ഈ ബസ്സിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഇപ്പോൾ മേയർ പറയുന്നു ബസ് വേണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, LDFന്റെ നയപരമായിട്ടുള്ള തീരുമാനമാണ് അത് എന്ന് ഉറച്ചു നിൽക്കുന്നു നഗരസഭയുടെ ഭാഗത്തു നിന്ന്. ഈ യാത്രക്കാരോട് ഒരു കാര്യം ചോദിക്കാമോ? ഈ ഓട്ടോറിക്ഷ, സ്വകാര്യ ബസ്സുകൾ ഇവയൊക്കെ കാര്യമായി ബാധിച്ചിട്ടുണ്ടോ ഈ ഇലക്ട്രിക് ബസ് വന്നതോടുകൂടി? കാരണം ഗതാഗത മന്ത്രി പറയുന്നത്, ഗതാഗത മന്ത്രി എന്ന നിലയിൽ KSRTC മാത്രം നോക്കിയാൽ പോരാ, ഓട്ടോറിക്ഷയും പ്രൈവറ്റ് ബസ്സിനെയും ഒക്കെ സംരക്ഷിക്കേണ്ട ചുമതല തനിക്കുണ്ടല്ലോ എന്നുള്ള ഒരു വാദമാണ് ഉന്നയിക്കുന്നത്. ആ ഒരു വാദത്തെ അങ്ങനെ മുഖവിലക്കെടുക്കേണ്ടതുണ്ടോ KSRTC ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ?
തീർച്ചയായും എന്തായാലും യാത്രക്കാരോട് തന്നെ ചോദിക്കാം. ഇലക്ട്രിക് ബസ്സുകളിൽ എപ്പോഴും കയറുന്നവരാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഈ ബസ്സുകൾ ഈ ഓട്ടോറിക്ഷയെക്കാളും ലാഭമാണെന്ന് കരുതുന്നുണ്ടോ? കരുതുന്നുണ്ട്. ഈ ബസ്സുകൾ കൂടുതൽ വേണമെന്ന് ഒരു സാധാരണക്കാരായ യാത്രക്കാരെന്ന രീതിയിൽ തോന്നുന്നുണ്ട്. വേണം. തീർച്ചയായും ഈ ഗതാഗത മന്ത്രി പറയുന്നത് ഇത്തരം ബസ്സുകൾ ആവശ്യമില്ല, ദീർഘദൂര ബസ്സുകളിലേക്ക് യാത്രയില്ല, ഇത് വഴിയിൽ വെച്ച് നിൽക്കും എന്നൊക്കെയാണ്. അങ്ങനെ തോന്നുന്നുണ്ടോ? എവിടെയെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഏത് സ്റ്റോപ്പിൽ നിന്നാലും എവിടേക്ക് വേണമെങ്കിലും പോകാം. അത് ഇതിൻ്റെ വളരെ സൗകര്യമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ നിന്ന് പാളയത്തു നിന്ന് തമ്പാനൂരിലേക്ക് നേരത്തെ ബസ്സുകൾ വളരെ കുറവായിരുന്നു. ഇപ്പോൾ ഈ ബസ് വന്നതിന് ശേഷം നമുക്ക് ഓഫീസ് വിട്ട് ഇറങ്ങി കഴിഞ്ഞ ഉടനെ തന്നെ തമ്പാനൂരിലേക്ക് പോകാൻ ഇതിങ്ങനെ സർക്കുലർ സർവീസായി വന്നുകൊണ്ടിരിക്കും. അത് വളരെ സൗകര്യമാണ്. ഓട്ടോറിക്ഷയാണോ നല്ലത്, ഈ ഇലക്ട്രിക് ബസ്സുകളാണോ നല്ലത്? ഇലക്ട്രിക് ബസ്സുകളാണ്. എന്തുകൊണ്ടാണ്? ലാഭമായതുകൊണ്ടാണോ അതോ എപ്പോഴും ബസ് കിട്ടുന്നുണ്ടോ? അല്ല, പീക്ക് അവേഴ്സിൽ ഓട്ടോ പോലും കിട്ടാൻ പ്രയാസമാണ്. പക്ഷേ നമുക്ക് ഓഫീസ് വിട്ട് ഇറങ്ങിയ ഉടനെ തന്നെ വളരെ സൗകര്യപ്രദമാണ് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട്. തീർച്ചയായും ഇത് തന്നെയാണ് യാത്രക്കാർ പറയുന്ന ഒരു കാര്യം. കാരണം അവർക്ക് എപ്പോഴും ബസ് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് 10 രൂപ മാത്രമേ ചെലവുള്ളൂ. സിറ്റിയിലെ പരമാവധി സ്ഥലങ്ങളിലേക്ക് പോകാം. ഈ ഓഫീസ് വിട്ട് വരുന്ന ഇത്തരം ചേച്ചിമാർക്കാണ് ഏറ്റവും കൂടുതൽ ഉപയോഗമാവുക. ചേട്ടാ, ഈ ഇലക്ട്രിക് ബസ്സുകൾ നിർത്തണം, ഇനി മുതൽ വാങ്ങണ്ട എന്നാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി പറയുന്നത്. ചേട്ടൊരു അഭിപ്രായം എന്താണ്? അല്ല, കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി ഇങ്ങനെ പ്രസ്താവന വിടുന്നത് ഞാനും കേട്ടായിരുന്നു. പക്ഷെ പുള്ളി പറയുന്നത് ഇലക്ട്രിക്കൽ ബസ്സിന് അവർ വിചാരിക്കുന്നത്ര ലാഭം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ബസ് നിർത്തണമെന്നാണ് അവർ മന്ത്രി ആവശ്യപ്പെട്ടത്. ഈ മുൻ ഗതാഗത മന്ത്രി പറഞ്ഞത് പ്രതിമാസം 4,00,000 രൂപ വരുമാനം ലഭിക്കുമെന്നാണ്. പക്ഷെ മന്ത്രി മാറിയപ്പോൾ ഈ ബസ് നഷ്ടത്തിലായി. അതെന്ത് കണക്കാണെന്ന് മനസ്സിലാവുന്നു? അതിനെപ്പറ്റി കൂടുതൽ എനിക്കറിയില്ല. ഞാനിവിടെ പുറത്താണുള്ളത്, കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. അപ്പം പക്ഷേ ചേട്ടന്റെ അഭിപ്രായത്തിൽ 10 രൂപയേ ഉള്ളൂ, ഓട്ടോറിക്ഷയെക്കാളും ലാഭമാണെന്ന് തോന്നുന്നു. ബസ് യാത്ര എപ്പോഴും യാത്രക്കാർക്ക് ബസ് യാത്ര തന്നെയാണ് എപ്പോഴും ലാഭം. നന്ദൻ, ആ ചേട്ടൻ പുറത്താണെന്നല്ലേ പറഞ്ഞത്, വിദേശത്താണല്ലോ. അപ്പോൾ അവിടെയും ഇലക്ട്രിക് ബസ്സുകൾക്ക് ഒരുപാടുണ്ടല്ലോ. അവിടെയും ഇങ്ങനെ ഈ പുക തള്ളിയുള്ള ഡീസൽ ബസ്സുകളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ബസ് എപ്പോഴും അത് എത്രത്തോളം നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. ഈ ഇലക്ട്രിക്കൽ ബസ് ഈ മറ്റുള്ള ഇതൊക്കെ എപ്പോഴും ലാഭം തന്നെയായിരിക്കും. ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ? അതായത് ആ ചേട്ടൻ പറഞ്ഞത് ചേട്ടൻ പുറത്താണ്, വിദേശത്താണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ അവിടുത്തെ ബസ്സുകളുടെ കാര്യം ഒന്ന് ചോദിക്കൂ. ഈ ഇതുപോലെ ഇലക്ട്രിക് ബസ്സുകൾ വളരെ സ്മൂത്തായി സീറോ എമിഷനിൽ പോകുന്ന ബസ്സുകളിൽ അവിടെയും ഈ ഡീസൽ അടിച്ച് പുക തള്ളി പോകുന്ന ബസ്സുകൾ അവിടെ കാണാനുണ്ടോ എന്നൊന്ന് ചോദിച്ചേ. തീർച്ചയായും ചേട്ടൻ പുറത്ത് ആണ് എന്ന് പറഞ്ഞു. എവിടെയായിരുന്നു? ഞാൻ യൂറോപ്യൻ മാൾട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അവിടെയൊക്കെ സീറോ എമിഷൻ ബസ്സുകളുണ്ടോ? അവിടെയൊക്കെ ഇഷ്ടം പോലെ, അവിടെ എല്ലാവരും ബസ് യാത്രയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അവർ വളരെ ലാഭത്തിലാണ് ബസ്, അവിടെ സബ്സിഡിയായിട്ടുമാണ് അവിടെ കൊടുക്കുന്ന യാത്ര വരെ. പക്ഷെ വളരെ ലാഭകരമായിട്ടാണ് അവിടെ പോകുന്നതാണ്. അവിടെ ഇത്തരത്തിൽ ഡീസൽ ബസ്സുകളുടെ ബസ് ഉണ്ട്, ഡീസൽ വണ്ടികളും ഉണ്ട് ഇഷ്ടം പോലെ. ഇപ്പൊ കൂടുതൽ ഇലക്ട്രിക് ബസ്സുകളാണ്. ഇലക്ട്രിക് ബസ് ഇപ്പൊ കൂടുതലായിട്ട് അവിടെ ഇറക്കുന്നുണ്ട്. അത് ലാഭകരമായിട്ടാണ് അവിടെ പോകുന്നത് മുമ്പോട്ട്. തീർച്ചയായും അത് തന്നെയാണ് ഈ ഗതാഗത മന്ത്രി എപ്പോഴും മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ ഇങ്ങനെയാണ്, ആ രീതി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കണമെന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ലോകമെമ്പാടും വലിയൊരു വിപ്ലവത്തിലേക്ക് ഇത്തരത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് അതാണ് പ്രധാനപ്പെട്ട കാര്യം. നന്ദകുമാർ, വളരെ വലിയൊരു പോയിന്റ് ആണ്. കാരണം ലോകം മുഴുവൻ ഇലക്ട്രിക് ബസ്സുകൾ ഇത്രയും വ്യാപകമായി എത്തുമ്പോൾ രാജ്യത്ത് തന്നെ, രാജ്യ തലസ്ഥാനത്ത് എത്രയോ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമായി ഓടുന്നു. സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്തിന് ഇലക്ട്രിക് ബസ്സുകൾ എങ്ങനെ അത് മോശമാകുന്നു, നഷ്ടമാകുന്നു മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും KSRTC AITC യൂണിയൻ പ്രതിനിധി MG രാഹുൽ ഉണ്ട് ടെലിഫോൺ ലൈനിൽ. രാഹുൽ, ഈ മന്ത്രിയുടെ പ്രസ്താവന അതിനെ എങ്ങനെയാണ് ആദ്യം AITC കാണുന്നത്? ആദ്യം പറയും. മന്ത്രി ഇലക്ട്രിക് ബസ് എവിടെയെങ്കിലും നിർത്തുമെന്ന് പറഞ്ഞതായി ഞാൻ കേട്ടില്ല. അതാണ് എനിക്ക് ഈ ചർച്ച നിർത്തും എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ല, ഇനി അത് വാങ്ങേണ്ടതില്ല എന്നുള്ളതാണ് പറഞ്ഞത്. 1 കോടി രൂപയാണ് ഒരു ബസ് വാങ്ങാൻ. അങ്ങനെയാണെങ്കിൽ ചെറിയ 4 ഡീസൽ ബസ് വാങ്ങാമല്ലോ എന്നുള്ളതാണ് മന്ത്രിയുടെ വാദം. ആ വാദത്തിനെ ഖണ്ഡിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? കഴിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം ഇലക്ട്രിക് ബസ്സുകൾ ലാഭത്തിലല്ല എന്ന് AITC കരുതുന്നുണ്ടോ? ഇലക്ട്രിക് ബസ്സുകൾ എന്ന നിലയിലല്ല മന്ത്രി പറഞ്ഞത്. ഇലക്ട്രിക് ബസ്സുകൾ KSRTCക്ക് ലാഭകരമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് മന്ത്രി പറഞ്ഞത്, ഞാൻ പറയുന്നത്. ശരി, ഇലക്ട്രിക് ബസ്സുകൾ KSRTCക്ക് ലാഭകരമല്ലാതാവുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കാമോ? ലാഭകരമല്ല എന്ന് പറഞ്ഞാൽ KSRTCയുടെ സിറ്റി ഓർഡിനറി, സിറ്റി ഫാസ്റ്റ് തുടങ്ങിയ നഗരത്തിലെ സർവീസുകൾ ഓടിക്കൊണ്ടിരുന്ന റൂട്ടുകളുമായി കണക്ട് ചെയ്തുകൊണ്ട് സിറ്റി സർക്കുലർ ബസ് 10 രൂപയ്ക്ക് ഓടുമ്പോൾ 18 രൂപയ്ക്കോ 20 രൂപയ്ക്കോ 22 രൂപയോ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ KSRTCയുടെ സിറ്റി ഓർഡിനറി, സിറ്റി ഫാസ്റ്റ് ബസ്സുകളിൽ കയറാതെ 10 രൂപയ്ക്ക് ഇലക്ട്രിക് ബസ്സിൽ കയറുമ്പോൾ കയറുന്ന യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ലാഭമാണ്. അതിനകത്ത് നമുക്ക് തർക്കമില്ല. പക്ഷേ മറ്റ് ഞങ്ങളുടെ KSRTCയുടെ സിറ്റി ഓർഡിനറി, സിറ്റി ഫാസ്റ്റ്
സർവീസുകൾക്ക് അത് വരുമാന ചോർച്ച ഉണ്ടാക്കുന്നു. അതിലെന്താ വസ്തുതയല്ലാത്തത്? അല്ല രാഹുൽ, അങ്ങനെയാണെങ്കിൽ ഒരു കൂടിയാലോചനയും മുൻധാരണയും ഒന്നും ഇല്ലാതെയാണോ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാനും ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിൽ ഇറക്കാനും തീരുമാനിച്ചത്? ഈ കാര്യം അന്ന് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആലോചിച്ചിരുന്നില്ലേ? നിങ്ങളോട് ഒരു കാര്യം പറയുന്നത്, 3 മാസത്തേക്കാണ് ഇലക്ട്രിക് ബസ് 10 രൂപ എന്ന നിലയിൽ ചാർജ് തീരുമാനിച്ചത്. ആ ഉത്തരവ് എന്റെ കൈവശമുണ്ട്. ശരി. അത് കഴിഞ്ഞ് 3 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ വേണ്ടി മൊത്തം 6 മാസത്തേക്ക് അതിന്റെ പ്ലാൻ കൊടുത്തു. കാരണം യാത്രക്കാരെ ആകർഷിക്കാൻ വേണ്ടി ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അത് വീണ്ടും ആ 10 രൂപയ്ക്ക് തന്നെ വീണ്ടും 3 മാസം കൂടി തുടരാൻ ഗവൺമെന്റ് KSRTCയുടെ മാനേജ്മെന്റും മന്ത്രിയും തീരുമാനിച്ചു. തുടരുന്നത് ഇപ്പൊ 1 വർഷം കഴിഞ്ഞു. ഇപ്പൊ 1.5 വർഷത്തിലേക്ക് പോകുന്നു. ഈ 1.5 വർഷത്തിലേക്ക് എത്തുമ്പോഴും ഈ 10 രൂപ ചാർജിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ KSRTCക്ക് പൊതുവിൽ വരുമാന ചോർച്ച ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. അത് ഏത് കണക്ക് വെച്ച് നമുക്ക് തർക്കാരിക്കാം. അവിടെ ഇലക്ട്രിക് ബസ് 4 രൂപയെ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ ആവുന്നുള്ളൂ, അതിനകത്ത് ഇത്ര രൂപ വരുമാനം വരുന്നു, അതുകൊണ്ട് ഇലക്ട്രിക് ബസ് ലാഭമല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചാൽ, ഇലക്ട്രിക് ബസ്സിനെ മാത്രം മാറ്റി നിർത്തി ചർച്ച ചെയ്യുകയും അതിൽ കൂടെ ഓടുന്ന KSRTC ബസ്സുകളെ മാറ്റി നിർത്തി ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ KSRTC അതുമൂലം നഷ്ടത്തിലാകുന്നു, ഞങ്ങളുടെ യാത്രക്കാരനാണ് ഈ ബസ്സിന് കയറുന്നത്. രണ്ടും ഒന്നല്ലേ? അവിടെ എങ്ങനെയാണ് ഒരു ക്രോസ് സബ്സിഡി അല്ലാതെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് സ്ഥാപനം? ഒരു സ്ഥലത്ത് സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അവിടെ നമുക്ക് വരുമാനം കുറവായിരിക്കും. അവിടെ ആ യാത്രക്കാരെ കളഞ്ഞ് വണ്ടി ഓടണ്ടെന്ന് തീരുമാനിക്കാൻ പറ്റുമോ? ഈ സാമൂഹ്യ പ്രതിബദ്ധത തന്നെയാണ് പ്രധാനം രാഹുൽ. കാരണം ഇപ്പോൾ ഞങ്ങളുടെ 3 പ്രതിനിധികൾ ഈ സംസ്ഥാനത്തെ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി യാത്രക്കാരോടാണ് ചോദിച്ചത്. ആ യാത്രക്കാരിൽ ഇപ്പോൾ ഏതാണ്ട് 10-15 പേരുടെ റിയാക്ഷൻ എടുത്തു. ഈ 15 പേരും പറയുന്നത് ഈ ഇലക്ട്രിക് ബസ് വേണം, അവർക്ക് 10 രൂപയ്ക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത് അവർക്ക് നല്ല കാര്യം. ഒപ്പം തന്നെ അവർ പറയുന്നൊരു കാര്യമുണ്ട്, വേണമെങ്കിൽ ചാർജ് കൂട്ടിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, ഇലക്ട്രിക് ബസ് വേണമെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് പ്രശ്നം? എന്റെ സഹോദര, ഞാൻ ഇതിനകത്ത് പറയുന്നത് ഡൽഹി മോഡലിൽ അല്ലെങ്കിൽ തമിഴ്നാട് മോഡലിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഇപ്പോൾ യാത്ര ഭിന്നശേഷിക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക്, ഭിന്നലിംഗക്കാർക്ക്, സ്ത്രീകൾക്കെല്ലാം സൗജന്യമാണല്ലോ. കേരളത്തിലെ ഗവൺമെന്റ് നയപരമായി ഒരു വെൽഫെയർ ഗവൺമെന്റ് സ്റ്റേറ്റ് എന്ന നിലയിൽ കേരളത്തിലെ ഗവൺമെന്റ് മുഴുവൻ യാത്രക്കാർക്കും സൗജന്യം കൊടുക്കണം എന്ന അഭിപ്രായമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നിങ്ങൾ ലാഭനഷ്ടത്തിന്റെ പേര് വെച്ച് പിന്നെ നിങ്ങൾ ചർച്ച ചെയ്യരുത്. ഈ വിഷയം ലാഭനഷ്ടത്തിന്റെ പേര് പറഞ്ഞ് ജീവനക്കാരുടെ ആനുകൂല്യത്തിൽ കുറയ്ക്കരുത്, അവന്റെ പെൻഷൻ തടഞ്ഞു വെക്കരുത്, അവന്റെ ഗ്രാറ്റുവിറ്റി കൊടുക്കാതിരിക്കരുത്, അവന്റെ ശമ്പളം മാറ്റി വെക്കരുത്. ഇവിടെ ഒരു വശത്ത് KSRTC വരുമാനം ഉണ്ടാകുന്നില്ല, വെള്ളാന എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും മറുവശത്ത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ, കാലോചിതമല്ലാത്തൊരു നിരക്കിൽ ഒരു പരിഷ്കരണം ഒരു താൽക്കാലിക സംവിധാനമായി ഒരുക്കിയിട്ട് അത് തന്നെ തുടരണം എന്ന് പറയുമ്പോഴാണ് ഇതിനകത്ത് ആശയക്കുഴപ്പം. ഇലക്ട്രിക് ബസ് ഗവൺമെന്റിന്റെ നയപരമായ തീരുമാനമാണ്. തിരുവനന്തപുരം നഗരത്തിൽ അതുണ്ടാവണം. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു, തലസ്ഥാന നഗരത്തിൽ ഇലക്ട്രിക് ബസ് ആവാം. തലസ്ഥാന നഗരത്തിൽ ഒരു ഇലക്ട്രിക് ബസ് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇലക്ട്രിക് ബസ് നയപരമായി തീരുമാനമെടുത്ത് നടപ്പിലാക്കിയ ഒരു സ്ഥലം എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇതെല്ലാം നമുക്ക് പരീക്ഷണമാവാം, വർത്തമാനം നമുക്ക് നല്ലതാണ്. പക്ഷെ അതിന്റെ റിയാലിറ്റിക്ക് പോകുമ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോകാൻ വേണ്ടി ഒരു വണ്ടി, ഒരു ഇലക്ട്രിക് ബസ്സിൽ ഏതെങ്കിലും ഒരു യാത്രക്കാരൻ കയറുമോ? ഇവിടെ ഇപ്പൊ പറഞ്ഞല്ലോ, ഈ വലിയവിടെ നിന്ന് ഒരുപക്ഷെ കൊച്ചാറോ എടപ്പഴിഞ്ഞിൽ ഇറങ്ങാൻ വേണ്ടിയോ അല്ലെങ്കിൽ കിഴക്കേക്കോട്ടയിൽ നിന്ന് കരമന ഇറങ്ങാൻ വേണ്ടിയോ ഇലക്ട്രിക് ബസ്സിൽ കയറാം, കുഴപ്പമില്ല. പക്ഷേ KSRTCയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ലോങ് ഡിസ്റ്റൻസ് അടക്കമുള്ള സർവീസുകൾ വരുമ്പോൾ ഈ ബസ്സുകൾ മുഴുവൻ സിറ്റിയിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കേണ്ടി വരും. ഇത് നിരന്തരമുള്ള ടെറൈനിൽ മാത്രമേ ഓടുള്ളൂ. അതല്ലാതെ കേരളത്തിന്റെ ഭൂപ്രകൃതിക്കനുസരിച്ച് നെടുമങ്ങാട് ഡിപ്പോയിൽ നിന്ന് ഒരു ഇലക്ട്രിക് ബസ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല, കണിയാവരം ഡിപ്പോയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല. രാഹുൽ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഇലക്ട്രിക് ചാർജ് ചെയ്യുന്ന, അത് ബസ് ആവട്ടെ, സ്കൂട്ടർ ആവട്ടെ, കാർ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അത് ഇത്ര ഡിസ്റ്റൻസ് ഓടുമെന്ന് എല്ലാവർക്കും അറിയാം. ലോങ് ഡിസ്റ്റൻസ് ബസ്സിനെ പറ്റി അല്ലല്ലോ നമ്മുടെ സംസാരം. നമ്മൾ സംസാരിച്ചതും മന്ത്രി പറഞ്ഞതും സിറ്റി ബസ് സർവീസിനെ പറ്റിയല്ലേ? വാങ്ങേണ്ടതില്ല എന്ന് മന്ത്രി പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം നമുക്കിപ്പോ ലോങ് ഡിസ്റ്റൻസ് ഓടിക്കൊണ്ടിരിക്കുന്ന 18 കൊല്ലം കഴിഞ്ഞ സൂപ്പർ ഫാസ്റ്റും എക്സ്പ്രസും വച്ചാണ് ഇവിടുത്തെ യാത്രക്കാരനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. 5 വർഷമാണ് ഒരു വണ്ടി സൂപ്പർ ക്ലാസ്സായി ഓടാൻ അധികാരമുള്ളത്. പക്ഷേ പുതിയ വണ്ടി വാങ്ങാത്തത് കാരണം 10-15 വയസ്സായ ബസ്സുകളാണ് യാത്രക്കാരനെ വെച്ചുകൊണ്ട് ഈ മരണപ്പാച്ചിൽ വായുന്നത്. അവിടെ നമുക്ക് ഇനി വരേണ്ടത് കൂടുതലായി നഗരത്തിൽ കേന്ദ്രീകരിക്കുന്ന ഇലക്ട്രിക് ബസ്സുകളേക്കാൾ ഡീസൽ ബസ്സുകളാണ്. ദീർഘദൂര യാത്രയ്ക്കാണ് ഇനി ബസ് ആവശ്യം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് കരുതി ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി വരുന്ന ബസ്സുകൾ വരുന്നതിനൊന്നും ആരും തടസ്സമല്ല. അതെല്ലാം ഓർഡർ കൊടുത്തതും ഇപ്പൊ 20 എണ്ണം വന്ന് കിടക്കുന്നു. 113 എണ്ണം നമുക്ക് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. 20 കൂടി വന്നാൽ അത് 133 ആവും.
160 ബസ്സുകൾ പ്രോജക്റ്റിലുണ്ട്. ആ 160 ബസ്സുകളും ഇവിടുത്തെ ഇലക്ട്രിക് ബസ് തന്നെ വരും. അത് ഗവൺമെന്റ് നയപരമായ പോളിസി. നഗരത്തിനകത്ത് ഓടുന്ന ഫ്ലാറ്റായ ടെറൈനിൽ ഓടുന്ന ബസ്സുകൾ ഇലക്ട്രിക് ബസ് അതിന്റെ ഫെയർ കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഫെയർ പരിഷ്കരിക്കുന്ന തരത്തിൽ എന്തായാലും യാത്രക്കാർക്കും തടസ്സമില്ല. രാഹുൽ, വളരെ നന്ദി. എന്തായാലും മുന്നോട്ട് പോകാൻ വേണ്ടിയല്ല എന്ന് മാത്രമേ നിങ്ങൾ മനസ്സിലാക്കാനുള്ളൂ. ശരി. എന്തായാലും ഇപ്പോൾ മന്ത്രി പറഞ്ഞത് വെറുതെ കിട്ടുന്നു എന്ന് കരുതി കൂടുതൽ വാങ്ങി വെക്കണമോ എന്നുള്ള കാര്യം മന്ത്രി ഇങ്ങനെ സംശയം രേഖപ്പെടുത്തിയിരുന്നു. അത് രാഹുൽ കേട്ടോ എന്നറിയില്ല. എന്തായാലും നന്ദി. ATC പ്രതിനിധി MG രാഹുലാണ് പ്രതികരിച്ചത്. ഞാൻ വീണ്ടും യാത്രക്കാരിലേക്ക് പോവുകയാണ്. നന്ദകുമാറും ഐശ്വര്യാനിലും MG മിഥുനുമുണ്ട്. മിഥുന്റെ യാത്ര എവിടെ വരെ എത്തി? യാത്രയിൽ ബസ്സിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണവും കൂടുന്നുണ്ടോ? എന്തോ തീർച്ചയായും. അതായത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലാണ്. ഇങ്ങനെ നഗരം മുഴുവൻ ചുറ്റിക്കറങ്ങി നമുക്ക് ഈ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്ത് വരാമെന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഒപ്പം തന്നെ ഈ നഗരത്തിലുള്ള ആളുകളെ പുറമേ വെളിയിൽ നിന്ന് ഏതെങ്കിലും മറ്റു ജില്ലയിൽ നിന്നും എത്തുന്ന ആളുകൾക്കൊക്കെ തന്നെ ഈ തലസ്ഥാന നഗരി മുഴുവൻ ചുറ്റിക്കാണാൻ ഈ ബസ്സിൽ കയറിയാൽ മതി എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ആനന്ദകരമായി മുന്നോട്ട് പോവുകയും ചെയ്യാം. കൂടാതെ തന്നെ ഇപ്പോൾ ഞാൻ ATCയുടെ നേതാവ് പറഞ്ഞത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, സിറ്റി സർവീസ് ബസ്സുകളിൽ കൂടുതൽ ആളുകൾ കയറുന്നില്ല എന്ന്. അത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബസ് എവിടെ എത്തിയാലും കൈ കാണിച്ചാൽ നിർത്തും. അതായത് ഒരു ബസ് സ്റ്റോപ്പ് വേണമെന്നില്ല, ബസ് സ്റ്റോപ്പ് ഇല്ലാതെ ഏതെങ്കിലും സൈഡിൽ ആളുകൾ നിൽക്കുന്നു, അവർ കൈ കാണിച്ചാൽ ബസ് നിർത്തും, അവർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം അവർ ഏർപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഈ ഒരു ഇലക്ട്രിക് ബസ്സിലുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ബസ്സിനെ ആശ്രയിക്കാനുള്ള കാരണം. എന്തായാലും നമുക്കത് ഈ കൂടുതൽ ആളുകളോട് കൂടി നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി. എങ്ങനെയാണ് ഈ ബസ്സിൽ നിരന്തരം യാത്ര ചെയ്യാറുള്ളതാണോ? ആണ്. ഈ വാർത്തകളൊക്കെ കേട്ടായിരുന്നു? അതായത് ഈ കേട്ടായിരുന്നു. എന്താണ് അതിന്റെ ഒരു പ്രതികരണം? ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു. ഈ ബസ് സൗകര്യമായിരുന്നു. എനിക്ക് വഞ്ചിയൂർ പോകാനുള്ള സ്ഥിരമായിട്ട്. വഞ്ചിയൂർ പോകാണ്ട് ഈ ആകെപ്പാടെ ഒരു ബസ്സേ ഉള്ളൂ, ഈ സർവീസ് മാത്രമേ ഉള്ളൂ. മുമ്പുണ്ടായിരുന്ന സർവീസ് എല്ലാം മതിയാക്കിയത് പെരുമാതിരക്കാളും ബസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതല്ല ഇപ്പം ഇല്ലാതായി. ഈ നിർത്തിയാൽ വേറെ ഓട്ടോ വിളിക്കുക മാർഗമുള്ളൂ. ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇപ്പോൾ പറയുന്ന സിറ്റി സർവീസ് ബസ്സുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഈ ബസ്സുകൾ വരുന്നതിന് മുമ്പ് സിറ്റി സർവീസ് ബസ്സുകൾ ഉണ്ടായിരുന്നു. അതിൽ യാത്ര ചെയ്യുമ്പോഴും ഇതിൽ യാത്ര ചെയ്യുമ്പോഴുള്ള വ്യത്യാസം ഇതാണ് സൗകര്യം. എന്തുകൊണ്ടാണ്? അതായത് ഈ റേറ്റ് കുറവുണ്ടെന്നുകൊണ്ടാണ്? റേറ്റ് കുറവല്ല, നിർത്തുന്ന സൗകര്യമുണ്ട്, റോഡിൽ കൂടി ചെറിയ റോഡിലേക്ക് പോകാനുള്ള സൗകര്യമുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് കൊള്ളാം. ഒപ്പം തന്നെ പൊല്യൂഷന്റെ കാര്യങ്ങളൊക്കെ നല്ലതാണ്. നമുക്ക് മറ്റു പ്രതികരണങ്ങൾ തരാം. സ്ഥിരമായി യാത്ര ചെയ്യാറുള്ളതാണ് ഈ ബസ്സിൽ വഞ്ചിയൂർ വരെ സ്ഥിരം പോകുന്ന ശാസ്തമംഗലത്ത് ഒറ്റ ബസ്സാ, ഒരു ടെൻഷനും ഇല്ല, അവിടെ എത്താം. എപ്പോഴും റോഡിൽ ഇറങ്ങി നിന്നാൽ ബസ് കിട്ടും. എവിടെ വെച്ച് കഴിയാണിച്ചാലും നിർത്തിത്തരും. അതാണ് എന്റെ ഒരു പ്രത്യേകത, അല്ല വേറെ ഒന്നുമില്ല. മറ്റു ബസ്സുകളെ അപേക്ഷിച്ചുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കംഫർട്ടാണ്, കയറിയാൽ പിടിക്കാൻ പറ്റും. നമ്മളെ പോലുള്ളവർക്ക് മറ്റേത് ഹൈറ്റ് കൂടുതലാണ്, നമുക്ക് പിടിക്കാനൊക്കെ പാടാണ്. ഇതാകുമ്പോൾ നമുക്ക് എല്ലാ സൗകര്യവും ഉണ്ട്. ഒപ്പം തന്നെ ഇപ്പം മന്ത്രി പറയുന്നതൊപ്പം തന്നെ പറയുന്ന കാര്യം, അതായത് ഇത് നഷ്ടത്തിലാണ്, കൂടുതൽ ബസ്സുകൾ വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ആ ഒരു പ്രതികരണം അതൊക്കെ മന്ത്രി കേൾക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നായിരിക്കും ഒരു പിന്മാറ്റം ഉണ്ടാകുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് അതിൽ പറയാനുള്ളത്? അതൊക്കെ അവരുടെ കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ നമ്മുടെ കംഫർട്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. നല്ല രീതിയിൽ യാത്ര ചെയ്യാം. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമുക്ക് നിരന്തരം യാത്ര ചെയ്യാറുള്ളതാണോ? ഇതിനൊരു നിമിഷം. എന്നോടൊപ്പം ഇപ്പോൾ VK പ്രശാന്ത് MLA ടെലിഫോൺ ലൈനിലുണ്ട്. VK പ്രശാന്ത്, ഈ മന്ത്രിയുടെ പ്രതികരണത്തിനെതിരായി താങ്കൾ പറഞ്ഞത് വ്യക്തമായിരുന്നു. ഇപ്പോൾ ATCയുടെ പ്രതിനിധി സംസാരിച്ചപ്പോൾ അവർ വാദിക്കുന്നത് ഇത് ദീർഘദൂര സർവീസിന് പറ്റില്ല, സിറ്റി സർവീസ് മാത്രം മതിയോ, പിന്നെ ഇലക്ട്രിക് ബസ്സുകൾ ലാഭത്തിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല. പക്ഷേ KSRTC പൊതുവായി എടുക്കുമ്പോഴാണ് മന്ത്രി അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ന്യായീകരിക്കുന്നു. പ്രശാന്തിന്റെ അഭിപ്രായത്തിൽ ഈ KSRTC ലാഭത്തിലാക്കാൻ, അല്ലെങ്കിൽ ആ ഒരു മാനദണ്ഡം വെച്ച് മാത്രം നമ്മൾ KSRTCയിലെ ഈ സ്വിഫ്റ്റിന്റെ ഈ ഇലക്ട്രിക് ബസ്സുകൾ നിർത്തേണ്ട സാഹചര്യമൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെക്കേണ്ട നിലപാടെടുക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടോ? ഇല്ല, ഇപ്പൊ ഇലക്ട്രിക് ബസ്സുകൾ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഇല്ലല്ലോ. ഇപ്പൊ നഗരത്തിനകത്ത് മാലിന്യം കുറയ്ക്കുക, വായുമലിനീകരണം കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ ദീർഘകാല ലക്ഷ്യം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ലോകരാഷ്ട്രങ്ങളിലും പല നഗര കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെ ഇലക്ട്രിക് ബസ്സുകളിലേക്ക് നമ്മൾ ചുവടുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കാർബൺ ന്യൂട്രൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് ആ കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് നയപരമായി മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് വെഹിക്കിളുകൾ സമ്പൂർണ്ണമാകുന്ന നഗരമാക്കി മാറ്റുക, സോളാർ എനർജി പാനലുകളിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നഗരമാക്കി മാറ്റുക, ഇതൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു പദ്ധതി. അപ്പൊ അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന വേളയിലാണ് ഇത് നഷ്ടമാണ് എന്നുള്ളൊരു വാദം ഉയർന്നു വരുന്നത്.
അതാണ് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചത്. നിലവിൽ സ്മാർട്ട് സിറ്റിയുടെ ഫണ്ടും അതുപോലെ തന്നെ കിഫ്ബിയുടെ ഫണ്ടും മറ്റുമൊക്കെ ഉപയോഗിച്ചാണ് ഈ ബസ്സുകളെല്ലാം വാങ്ങി KSRTCക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ ആ നൽകിയ ബസ്സുകൾ സർവീസുകൾ ലാഭത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ KSRTCയുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ഇപ്പൊ മിനിമം ചാർജ് 10 രൂപ എന്നുള്ളത് നമ്മൾ ആ പദ്ധതി തുടങ്ങിയ സമയത്ത് ഓഫർ എന്ന നിലയ്ക്ക് അനൗൺസ് ചെയ്ത ഒന്നാണ്. അപ്പൊ മിനിമം ചാർജ് നിലനിർത്തിക്കൊണ്ട് ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ ചാർജ് വർധനവടക്കം KSRTCക്ക് ആലോചിക്കാം. അപ്പൊ ഇത് നഷ്ടത്തിൽ നടത്തിക്കൊണ്ടു പോകണമെന്നല്ല ഞങ്ങൾ പറഞ്ഞത്. പകരം ഈ സർവീസ് ജനങ്ങൾക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒന്നാണ്. ഇന്ന് നഗരത്തിലെ മുഴുവൻ നഗരവാസികളും ആശ്രയിക്കുന്ന ഒന്നായി ഈ സർവീസുകൾ മാറിയിട്ടുണ്ട്. അപ്പൊ അത് പൊടുന്നതിനെ നിന്ന് പോകുന്ന ഒരു അവസരം, ഒരു സാഹചര്യം വന്നാൽ അത് നഗരവാസികൾക്കാണ്, ജനങ്ങൾക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കുക. ആ ഒരു ബുദ്ധിമുട്ടാണ് ഇന്നലെ ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അത് മന്ത്രിമാർ കൂടി സംസാരിച്ച് ഈ ഒരു പോളിസിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ ഇത് നിലനിർത്തി കൊണ്ടുപോകാം എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിച്ച് ഗവൺമെന്റ് ഉചിതമായ തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. അല്ല, ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തിരുവനന്തപുരം നഗരത്തെ സംസ്ഥാനത്തെ ആദ്യത്തെ ഹരിത നഗരമാക്കാനുള്ള ഒരു ശ്രമമുണ്ടല്ലോ. ആ ശ്രമത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആദ്യ ചുവടായിരുന്നു ഈ ബസ്സുകൾ. അപ്പോൾ വീണ്ടും ഡീസൽ ബസ്സുകളുടെ ഈ വാതക പുറന്തള്ളൽ അതൊക്കെ വീണ്ടും തിരികെ കൊണ്ടുവരണമെന്ന് ആരും ആഗ്രഹിക്കില്ലല്ലോ, ജനങ്ങൾ ഉൾപ്പെടെ. അതെ, അല്ല, ഞങ്ങള് ഇന്നലെ പറഞ്ഞൊരു പോയിന്റ് അതാണ്. ഇപ്പോ ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ദേശിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ യൂണിയനുകൾ പറയുന്ന ഒരു കാര്യം, ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ഓടുന്ന റൂട്ടുകളിൽ 10 രൂപയ്ക്കും മറ്റും വാഹനം ഓടുന്നത് കൊണ്ട് തന്നെ KSRTCയുടെ ഇതര സർവീസുകളിൽ ആളുകൾ കയറുന്നില്ല. അതാണ് ഒരു പോയിന്റ് ആയിട്ട് അവർ ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞൊരു പരിഹാരം, അത്തരം റൂട്ടുകളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഒഴിവാക്കിക്കോട്ടെ. അവിടെ KSRTCയുടെ മറ്റു വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ സർവീസ് നടത്താൻ അനുവദിക്കുകയും ഇല്ലാത്ത മേഖലകളിലേക്ക് ഈ സർവീസ് മാറ്റുകയും ചെയ്താൽ കുറച്ചുകൂടി ആളുകൾക്ക് പ്രയോജനമാകും. ഇപ്പോഴും നഗരത്തിന്റെ പല മേഖലകളിലേക്ക് നമുക്ക് ബസ് സർവീസ് കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. പല അസോസിയേഷൻ പ്രവർത്തകരും പ്രതിനിധികളും ഒന്ന് ഇടപെട്ടോട്ടെ. എനിക്ക് ആ വാദത്തിൽ ഒരു വ്യക്തത കിട്ടാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയാമോ? ഇപ്പോൾ ഒരു ഏത് സർവീസ് ആണ് ഈ KSRTCയിലേക്ക് ആളെ കയറ്റാത്ത തരത്തിൽ അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒരു എക്സാമ്പിളായി പറയാമോ? അല്ല, നമ്മുടെ യൂണിയൻ ആളുകൾ പറയുന്ന ഒരു കാര്യം അതാണ്. അതായത് നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങൾ 10 രൂപയ്ക്ക് ഓടുന്നത് കൊണ്ട് തന്നെ KSRTCയുടെ മറ്റു സാധാരണ ഓർഡിനറി സർവീസുകളുണ്ടല്ലോ, ആ സർവീസുകളിലേക്ക് ആളുകൾ കയറുന്നില്ല. അവരെല്ലാം ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് കയറുന്നു. അവിടെ ചാർജ് കുറവാണ് എന്നുള്ള ഒരു അട്രാക്ഷൻ കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നതാണ് പലരും ബാധിക്കുന്നത്. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ഇത് പ്രാക്ടിക്കലായി എങ്ങനെ ഇത് നടത്തിക്കൊണ്ടുപോകാം എന്നുള്ളത് KSRTCയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത്തരം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്തയാണ് വേണ്ടത്. നമുക്കിതിനെ അങ്ങ് ഇല്ലാതാക്കി കളയാമെന്നുള്ളതല്ലല്ലോ. പകരം KSRTCയുടെ മറ്റ് സർവീസുകളെ ബാധിക്കാത്ത നിലയിൽ ഈ സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ നിരക്ക് വർധനവിനെ കുറിച്ച് ആലോചിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ചില മാർഗങ്ങളിലൂടെ സർവീസ് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ശരി, എന്നാലും ഈ മറ്റൊരു കാര്യം കൂടി, ഈ ഓട്ടോറിക്ഷ പ്രൈവറ്റ് ബസ്സുകൾക്ക് ഇത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുന്നുണ്ടോ VK പ്രശാന്ത്? ഈ ഇലക്ട്രിക് ബസ്സുകൾ അങ്ങനെ ഒരു പരാതി ഉണ്ടോ അവരുടെ ഭാഗത്ത് നിന്ന്? അല്ല, അത് സ്വാഭാവികമായിട്ടും ഉയർന്നിട്ടുണ്ടാവും. പ്രൈവറ്റ് ബസ്സുകാർക്കും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഈ സർവീസുകൾ നമ്മളെ ധാരാളമായി ആരംഭിച്ചെടുത്ത് 10 രൂപയ്ക്ക് അപ്പുറത്തിറങ്ങാൻ കഴിയുമെങ്കിൽ ആൾക്കാർ ബസ്സിനെ ആശ്രയിക്കും. അപ്പൊ നേരത്തെ നമ്മൾ 10 രൂപ എന്നുള്ള നിരക്ക് നമ്മൾ നിശ്ചയിച്ചത് നമുക്കറിയാമല്ലോ. സർക്കുലർ സർവീസുകൾ നഗരത്തിൽ ആരംഭിച്ച സമയത്ത് ആ സർക്കുലർ ബസ്സുകളിലേക്ക് ആളുകൾ കയറിയില്ല. ആ ആളുകൾ കയറാത്ത അവസരത്തിൽ നമ്മൾ കണ്ട ഒരു പോംവഴിയായിരുന്നു 10 രൂപ എന്നുള്ള ഒരു ഓഫർ പ്രൈസ് കൊടുത്തുകൊണ്ട് വലിയ പരസ്യവും മറ്റൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ സർവീസുകൾ ആരംഭിച്ചു. സർക്കുലർ ബസ്സുകൾ പതുക്കെ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിളുകളിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഇലക്ട്രിക് വെഹിക്കിൾ വന്ന് 10 രൂപയുടെ ഓഫർ വന്ന സമയത്ത് വലിയ നിലയ്ക്ക് ആളുകൾ ബസ്സുകളിലേക്ക് കയറാൻ തുടങ്ങി. ഇപ്പൊ നമുക്ക് അതിന്റെ കണക്കുകൾ ലഭ്യമാണ്. ഇതുവരെ ആ സർവീസുകൾ ലാഭകരമാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ചൂണ്ടിക്കാണിച്ചത് ഇതിന്റെ ഡ്യൂറബിലിറ്റിയെ സംബന്ധിച്ച് മറ്റുമൊക്കെയാണ്. അപ്പൊ അവിടെയൊക്കെ പ്രായോഗികമായി നമുക്ക് KSRTCക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത നിലയിൽ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അപ്പൊ ഈ സർവീസ് വന്നത് ഓട്ടോറിക്ഷക്കാർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഏരിയകളിലായിട്ടുണ്ട്. പക്ഷേ അവര് സർവീസുകൾ ഇല്ലാത്ത മേഖലകളിലേക്ക് ഓട്ടം കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാ മേഖലയിലും പൊതുമേഖലയും നിലനിൽക്കേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമാണല്ലോ. അപ്പൊ അത് പ്രധാനപ്പെട്ട ഒന്നാണ്. സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ ഇത്തരം സർവീസുകൾ നമുക്ക് ഗുണകരമാണ്. നമ്മൾ കാണുന്ന ഒരു കാര്യം അതാണല്ലോ, സിറ്റിക്കകത്ത് ട്രാഫിക് കുറയ്ക്കാൻ പൊതു സർവീസുകൾ വ്യാപകമാക്കുക. അതുവഴി ഇപ്പൊ ഒരു കാറുള്ള ആള് കാറ് വീട്ടിലിട്ടിട്ട് ഈ പൊതു സർവീസിനെ ആശ്രയിച്ചാൽ സർക്കാരിനും ഗുണമാണ്. മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കാം, വാഹനത്തിന്റെ തിരക്ക് കുറയ്ക്കാം.
അങ്ങനെ പല പോസിറ്റീവ് ഘടകങ്ങൾ ഈ ഇലക്ട്രിക് വെഹിക്കിൾ കാര്യവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. എക്സാക്ട്ലി, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വി കെ പ്രശാന്ത് എം എൽ എ സൂചിപ്പിച്ചത്. പ്രശാന്ത് എം എൽ എ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത്രയും നേരം ഞങ്ങൾ ഒരുപാട് ജനങ്ങളോട് സംസാരിച്ചിരുന്നു. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇലക്ട്രിക് ബസ്സുകൾ വേണം എന്ന് മാത്രമല്ല, റേറ്റ് കൂട്ടിക്കോട്ടെ, ചാർജ് കൂട്ടിയാലും ഇലക്ട്രിക് ബസ് വേണം എന്നുള്ളതാണ്. എന്നാലും ഈ ചർച്ചകളിൽ സജീവമായ എം എൽ എ ഉണ്ടാകും, നഗരത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അക്കാര്യം എം എൽ എ സൂചിപ്പിച്ചത്. ജനങ്ങളുടെ ഒരു പൊതുവികാരത്തിൽ ചാർജ് കൂട്ടിയാലും കുഴപ്പമില്ല, ഈ ഓഫർ റേറ്റ് ഒന്നും വേണ്ട എന്നുള്ള അഭിപ്രായം പോലും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാലും വളരെ നന്ദി വി കെ പ്രശാന്ത് ഇത്രയും നേരം സംസാരിച്ചതിന്. നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങിയെത്താം. എച്ച് വി നന്ദകുമാറും ഐശ്വര്യ അനിലും എം ജി മിഥുനും തുടരണം. നമുക്ക് ഈ ഔട്ട് ഓഫ് സിലബസ് ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിലേക്ക് തന്നെ മടങ്ങിയെത്തണം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ക്ഷണിക്കുന്നു. അപ്പോൾ ഇവിടെ അവർ പിന്നീട് ഫിഫ വിൻഡോ പ്രകാരം പിന്നീട് അവർക്കുള്ള സമയം അടുത്ത സീസണാണ്. 2025 ഒക്ടോബറാണ് അവരറിയിച്ചത്. അപ്പോൾ നമ്മൾ ആ സന്നദ്ധത അവരറിയിച്ചു. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം അതിലുള്ളത് നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കാൻ, ഫുട്ബോൾ പരിശീലിപ്പിക്കാൻ അവർ സന്നദ്ധ പ്രകടിപ്പിച്ചു. അതിലാണ് നമ്മളിപ്പോൾ അവരോട് ചർച്ച കൂടുതൽ നടക്കുന്നത്. 5000 കുട്ടികളെ ഫുട്ബോൾ പരിശീലനത്തിനായി അവർ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ അക്കാദമി സർക്കാരുമായി ചേർന്ന് കേരളത്തിൽ ആരംഭിക്കാനുള്ള സന്നദ്ധത അർജന്റീൻ ഫുട്ബോൾ ഫെഡറേഷൻ ചർച്ചയിലൂടെ എന്നാണ് അറിയിച്ചത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇനിയും നടക്കേണ്ടതുണ്ട്. അപ്പോൾ 3 കാര്യങ്ങളിൽ ഇപ്പോൾ ഏകദേശം തീരുമാനമായി. അവരുടെ ഇന്ത്യയിലേക്കുള്ള വരവ്, അത് വേൾഡ് കപ്പ് വിജയിച്ച അതേ ടീമായിരിക്കും, മെസ്സി ഉൾപ്പെട്ട ടീമാണ് വരേണ്ടത്. അപ്പോൾ മെസ്സി ക്യാപ്റ്റനായിട്ടുള്ള വേൾഡ് കപ്പ് വിജയിച്ച ആ ടീമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പരിശീലന പരിപാടികൾ ഈ സന്നാഹ മത്സരത്തിൽ പ്രധാനപ്പെട്ട 3 ടീമുകൾ, ഈ കാര്യങ്ങൾ സർക്കാർ ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. നോക്കാം. ഡേറ്റ് കൺഫേം ആയിട്ടില്ല. അടുത്ത വർഷം ഒക്ടോബറാണ്. അത് ഈ സാധാരണ ഇത്തരം ടീമുകൾ ഫിഫ വിൻഡോ അനുസരിച്ചിട്ടാണ് അവർ സമയം നിശ്ചയിക്കുക. അടുത്ത സമയത്ത് അവർക്ക് സമയമുള്ളത് ഈ ഇതാണ്. അത് പ്രകാരം കാര്യങ്ങൾ നടക്കും. അതോടൊപ്പം തന്നെ അർജന്റീനിയൻ പരിശീലന അക്കാദമികൾ കേരളത്തിൽ തുടങ്ങും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുൻമന്ത്രി ആന്റണി രാജു ലാഭകരമെന്ന് വിശേഷിപ്പിച്ച ഇലക്ട്രിക് ബസ്സുകൾ അത് ലാഭകരമല്ല, അത് കൂടുതൽ വാങ്ങേണ്ട സാഹചര്യമില്ല എന്നുള്ള ഗതാഗത മന്ത്രിയുടെ പ്രതികരണം, അതേ തുടർന്നുണ്ടായ ചർച്ചകൾ, വിവാദങ്ങളൊക്കെയാണ് ഇപ്പോൾ ഔട്ട് ഓഫ് സിലബസ് എന്നുള്ള ഈ പ്രത്യേക സെഗ്മെന്റിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. ജനങ്ങളുടെ റിയാക്ഷൻ നമ്മൾ ഒരുപാട് എടുത്തു. വി കെ പ്രശാന്ത്, മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവരും ഈ ഇലക്ട്രിക് ബസ്സുകൾ വേണമെന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഞാൻ വീണ്ടും ജനങ്ങളിലേക്ക് തന്നെ പോകാം. ഐശ്വര്യ അനിൽ തുടരുന്നുണ്ട് അവിടെ കിഴക്കേക്കോട്ടയിൽ നിന്ന്. ഐശ്വര്യ, കിഴക്കേക്കോട്ടയിലെ ജനങ്ങളുടെ ആദ്യ റിയാക്ഷൻ ആദ്യം ഐശ്വര്യ കേൾപ്പിച്ചു. പക്ഷേ അതിൽ കൂടുതൽ ഈ അവിടെ നിന്നുള്ള കാഴ്ച എന്താണ്? ഈ ഓട്ടോറിക്ഷക്കാരുടെ പരാതികൾ അല്ലെങ്കിൽ സ്വകാര്യ ബസ്സുകളുടെ പരാതികൾ, അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുമോ ഈ സമയം? എൽദോ, തീർച്ചയായും നമുക്ക് ഓട്ടോ ചേട്ടന്മാരുടെ പ്രതികരണത്തിലേക്ക് പോകാവുന്നതാണ്. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാം. കാരണം ഈ നേരത്തെ ഈ പറഞ്ഞ ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കണം. അതിൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ നാളുകൾ, അതായത് ഈ ഇലക്ട്രിക് ബസ് ഓടുന്ന അത്രയും ദിവസത്തെ കണക്കുകൾ ഈ കഴിഞ്ഞ ദിവസം KSRTC പരിശോധിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഒരു ദിവസം 6.5 ലക്ഷം മുതൽ 7 ലക്ഷം വരെയാണ് ഈ ഇലക്ട്രിക് ബസ്സുകളിലൂടെ ആകെ മൊത്തം കിട്ടുന്ന ഒരു വരുമാനം എന്ന് പറയുന്നത്. അത് ചിലവെല്ലാം കഴിച്ചു കൂട്ടിയാലും പ്രതിമാസം 38 ലക്ഷം ലാഭമുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ പ്രാഥമികമായി KSRTCയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കൃത്യമായ കണക്കുകൾ ചൊവ്വാഴ്ച ഗതാഗത മന്ത്രിക്ക് കൈമാറുമെന്നാണ് വിവരം. എന്തായാലും അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ, അതായത് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അത് പഠിച്ച ശേഷം കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്കിവിടെ ഒരു ഓട്ടോ ചേട്ടനോട് ചോദിക്കാം.
ചേട്ടാ, ഇപ്പോൾ ഈ ഗതാഗത മന്ത്രി പറഞ്ഞത് ശ്രദ്ധയപ്പെട്ടിരുന്നോ? നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഈ ഇലക്ട്രിക് ബസ് ഓടുന്നതെന്നുള്ളത് ശ്രദ്ധയപ്പെട്ടിരുന്നോ? ഈ ഇലക്ട്രിക് ബസ് 10 രൂപയല്ലേ ഉള്ളൂ. അപ്പൊ കൂടുതൽ പേര് അത് ആശ്രയിക്കുന്നുണ്ട്. ഓട്ടോ ഓടിക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ വലിയ നഷ്ടം വരുന്നില്ല. വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓട്ടം കുറവാണ് പൊതുവെ, അത്രേ ഉള്ളൂ. ഇലക്ട്രിക് ബസ് ഇറങ്ങിയതിനു ശേഷം ഇപ്പോൾ ഓട്ടം കുറവാണ്. അതാണ് നമ്മളൊരു അഭിപ്രായം. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണെന്നാണോ പറയുന്നത്? അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. നമുക്ക് ഒരുപക്ഷെ കൂടുതൽ പേരുടെ പ്രതികരണത്തിലേക്ക് പോകാമെന്ന് കരുതുന്നു. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലാഭത്തിന്റെ കണക്കുകൾ ഒരുപക്ഷെ പഠിക്കാതെ ആയിരിക്കാം ഗതാഗത മന്ത്രി പ്രാഥമികമായൊരു കണക്ക് പറഞ്ഞതെന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. എന്തായാലും ചൊവ്വാഴ്ച ഈ റിപ്പോർട്ടിന് ശേഷം അദ്ദേഹം കൂടുതൽ പ്രതികരിച്ചേക്കാം. ചേട്ടാ, ഈ ഇലക്ട്രിക് ബസ് ഓടുന്നത് ഓട്ടോ ഓടിക്കുന്നവർക്ക് നഷ്ടമാണോ? നഷ്ടം തന്നെ. നഷ്ടമല്ലാതെ ഇലക്ട്രിക് ബസ് വരുമ്പോഴത്തേക്ക് സാധാരണ ഉള്ള റേറ്റിന് ഓടണമെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഗവൺമെൻറ്റിന് നഷ്ടമില്ല, മറ്റുള്ളവർക്ക് അതിൻ്റെ ഉള്ളത് കിട്ടും. മറ്റേ 10 രൂപ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളെ ബാധിക്കുകയാണ്. അപ്പൊ ഗതാഗത മന്ത്രി പറഞ്ഞതിനോട് യോജിക്കുന്നു. നല്ല കാര്യങ്ങൾ തന്നെ പുള്ളി നടപ്പിലാക്കണം. പുള്ളി പറഞ്ഞത് നിങ്ങൾക്കും മറ്റ് KSRTCയുടെ ഇതര സർവീസിനൊക്കെ നഷ്ടമാണ്, പ്രൈവറ്റ് ബസ്സുകൾക്ക് നഷ്ടമാണ്, നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ പരിഗണിക്കണം എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. തന്നെ സത്യമാണ്, അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. സാധാരണ ഉള്ള റേറ്റിന് ഓടട്ടെ. ഇപ്പം നഷ്ടത്തിൽ ഓടിയിട്ട് കാര്യം തോന്നാണ്. നഷ്ടത്തിൽ ഓടിയിട്ട് ഒരർത്ഥവും ഇല്ലല്ലോ. ഗവൺമെന്റിന് നഷ്ടം, മറ്റുള്ള നമ്മളെ പോലുള്ള തൊഴിലാളികൾക്കും ഓട്ടം കുറവ്. പക്ഷെ ഇപ്പൊ KSRTCയുടെ കണക്ക് വരുമ്പോ ഇലക്ട്രിക് ബസ് നഷ്ടമല്ലെന്നാ പറയുന്നത്. ഗതാഗത മന്ത്രി അത് അറിയാതെ പറഞ്ഞതാണ്. അല്ല, ഇലക്ട്രിക് ബസ് സാറിന് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ. അപ്പം അത് ഈ 10 രൂപ ടിക്കറ്റ് ആയതാണ് നഷ്ടം വരുന്നത്. എല്ലാ റൂട്ടിലും ചുമ്മാ വാരിയിട്ടിരിക്കുകയല്ലേ. മനസ്സിലായില്ലേ? അതിനുള്ള ആള് വേണ്ടേ? ആളുണ്ടെങ്കിലല്ലേ അതിന് മുതലാവുള്ളൂ. സാധാരണ ടിക്കറ്റ് സർവീസ്, സാധാരണ സർവീസ് നടത്തുവാണെങ്കിൽ നഷ്ടം വരത്തില്ല. ഇലക്ട്രിക് ബസിന്റെ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നാണോ? സാധാ ബസിന്റെ റേറ്റ് ആക്കുക, 10 രൂപ മാറ്റുക. അപ്പം നഷ്ടം വരില്ല. തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ കാണും, ബുദ്ധിമുട്ട് വരില്ല ട്രാൻസ്പോർട്ടിന്. അപ്പോൾ അതാണ് എൽദോ നമ്മൾ 1-2 പേരോട്, ഈ ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാനായത്. നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സർവീസ് ഇലക്ട്രിക് ബസ് നടത്തണം. അപ്പോൾ ഈ നഷ്ടം ഒഴിവാക്കാനാകും, അവർക്കും അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുമെന്നുള്ള പ്രതികരണമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. ഐശ്വര്യ, ഞാൻ യൂട്യൂബിൽ വരുന്ന ഒരുപാട് കമന്റുകൾ കൂടി ഒന്ന് വായിച്ച ശേഷം പോകാം. ഒരു ARS ഊരകം 10 രൂപയ്ക്ക് എത്ര കിലോമീറ്റർ വരെ സഞ്ചരിക്കാം? കോഴിക്കോട് നഗരത്തിൽ വേണം എന്നുള്ളതാണ് ഒരു കമന്റ്. മറ്റൊന്ന് തോമസ് മാത്യു മാധ്യമങ്ങൾ തുലയട്ടെ എന്ന് പറയുന്നുണ്ട്, എന്നത് മനസ്സിലായില്ല എങ്കിൽ പോലും ഒരു കാര്യം, ഇഫ് ഓട്ടോസ് ആർ ഇൻഎഫിഷ്യന്റ് യൂസ് വിൽ ബി റെഡ്യൂസ്ഡ്. അനിൽ രഘുവിന്റെ കമന്റാണ്. ഇനി സതീഷ് കുമാർ പറയുന്നു, ഷാർജയിൽ ബസ് ഫെയർ 8 ദിർഹമാണ്, ഇന്ത്യൻ രൂപ 160. സതീഷ് കുമാർ, ദുബായിൽ മിനിമം ചാർജ് 5 ദിർഹം, ഇന്ത്യൻ റുപ്പീസ് 100 രൂപ. കേരളത്തിലെ മിനിമം ചാർജ് അത് 10 രൂപ എന്നുള്ളത് അത് കാലോചിതമായി പരിഷ്കരിക്കേണ്ടതായിരിക്കാം. എന്നാലും അത് നമുക്ക് നോക്കാം. കാരണം ആ ഒരു ഓഫർ റേറ്റിലാണല്ലോ ഇത് ആദ്യം വന്നത്. ഞാൻ MG മിഥുനിലേക്ക് പോകുന്നു. മിഥുൻ, ഈ 10 രൂപ എന്നുള്ള നിരക്ക് അത് ഓഫറായി നൽകിയതാണ്. അതായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഓട്ടോയിലെ ചേട്ടന്മാർ 2 പേർ പറഞ്ഞതും. 10 രൂപയ്ക്ക് ഇലക്ട്രിക് ബസ്സുകൾ ഓടുമ്പോൾ സ്വാഭാവികമായും ആളുകൾ അതിലെ ആശ്രയിക്കാൻ ശ്രമിക്കുമെന്നുള്ളതാണ്. എല്ലാ റൂട്ടിലും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ 10 രൂപയ്ക്ക് ടിക്കറ്റ് നൽകുന്നത് അവർക്ക് തിരിച്ചടിയാണെന്ന് നിസ്സംശയം പറയുന്നു. അത് ശരിയാണ് താനും. ആ വാദം ഇലക്ട്രിക് ബസ്സിന്റെ കാര്യത്തിൽ ഗതാഗത മന്ത്രി ഉന്നയിച്ചത് അക്ഷരാർത്ഥത്തിൽ ശരിയുമാണ്. ഈ ഓഫർ റേറ്റ് എന്നുള്ളത് മാറി. അത് ആദ്യ സമയത്ത് നൽകിയ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തിയ ചാർജ് ആയിരുന്നല്ലോ. അത് മാറ്റി അല്പം ഉയർത്തിയാൽ, ഇപ്പോൾ ആ ബസ്സിലെ യാത്രക്കാരോടൊന്ന് ചോദിക്കണം, റേറ്റ് ഉയർത്തിയാൽ ഈ ഇലക്ട്രിക് ബസ്സിലെ യാത്ര തുടരുമോ എന്ന്. തീർച്ചയായും നമുക്ക് ആ പ്രതികരണങ്ങളിലേക്കൊക്കെ പോകാം. അതായത് ആദ്യം ഒരു 3 മാസത്തിലേക്ക് വേണ്ടി മാത്രമായിരുന്നു ഈ ഒരു ഓഫർ പ്രൈസ് നൽകിയിരുന്നത്. പിന്നീട് 3 മാസം കൂടി നീട്ടി നൽകിയായിരുന്നു. അങ്ങനെ 10 രൂപ എന്ന നിരക്കിലാണ് ഇപ്പോൾ യാത്രക്കാർക്ക് ഈ ഒരു നിരക്കിലാണ് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് അതിൽ കൂട്ടിയാൽ പോലും, നമുക്ക് അല്പസമയം മുമ്പ് ഈ യാത്രക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഇഷ്ടമുണ്ട്, അതായത് അവർക്ക് കൃത്യമായി സ്ഥലങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിരക്ക് കൂട്ടിയാലും പ്രശ്നമില്ല എന്നാണ് പല യാത്രക്കാരും പറഞ്ഞത്. നമുക്ക് ചേച്ചിയോട് ചോദിച്ചു നോക്കാം. അതായത് ഈ ബസ്സിൽ സ്ഥിരമായി യാത്ര ചെയ്യാറുള്ളതാണോ? അതായത് ഈ 10 രൂപ നിരക്കിലാണല്ലോ ഇത് പോകുന്നത്. എവിടെ വേണമെങ്കിലും നമുക്ക് സിറ്റിയിൽ എവിടെ വേണമെങ്കിലും 10 രൂപ കൊടുത്താൽ പോകാം. അതുകൊണ്ട് മാത്രമാണോ ഈ ബസ് ചൂസ് ചെയ്യുന്നതോ? ഈ ബസ്സിലാകുമ്പോ എളുപ്പം എത്തുകയും ചെയ്യും, കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. ഞാൻ ചോദിക്കുന്നത്, ഈ 10 രൂപ
ഉള്ളത് കൊണ്ട് മാത്രമാണോ കയറുന്നത്? 10 രൂപ ആയതുകൊണ്ടാണ് ഈ ബസ്സിൽ തന്നെ കയറുന്നത്. ഇതിൽ കൂടുതൽ രൂപ കൂട്ടിയാലോ? അതായത് 10 രൂപ എന്നുള്ളത് ഒരു 20 രൂപയാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബസ് യൂസ് ചെയ്യും. അത് ബുദ്ധിമുട്ടായിരിക്കും. തീർച്ചയായും. അതായത് എല്ലാവരുടെയും കാര്യം അങ്ങനെയല്ല. എന്തോ ചേച്ചി പറയുന്നത്, അതായത് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. 10 രൂപയിൽ നിന്ന് 20 രൂപയ്ക്ക് ഉയർത്തിയാൽ, അതായത് മിനിമം ചാർജ് മറ്റ് ബസ്സുകളെ പോലെ തന്നെ ഈ ബസ്സിലും ആക്കിയാൽ അതൊരു വലിയ ബുദ്ധിമുട്ടാകുമെന്നാണ് ഈ ചേച്ചി പറയുന്നത്. നമുക്ക് ചേട്ടനോട് ചോദിച്ചു നോക്കാം. അതായത് ഈ ബസ്സിൽ സ്ഥിരം യാത്ര ചെയ്യാറില്ല? അതായത് കൃത്യമായി എല്ലായിടത്തും ബസ് നിർത്താറൊക്കെ ഉണ്ടല്ലേ? 10 രൂപയാണല്ലോ ഇപ്പം നിരക്ക്. ഈ 10 രൂപ ഒരു പക്ഷേ 10 രൂപ മാറ്റി ഒരു ഓഫർ പ്രൈസിലാണ് ഈ ഒരു ബസ് വന്നതിന് ശേഷം സർക്കാർ ഇതൊന്ന് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ 10 രൂപ നിരക്ക് മുന്നോട്ട് വെച്ചത്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ 10 രൂപ എന്നുള്ളത് മാറ്റി ഒരു 20 രൂപ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബസ് യാത്ര ചെയ്യൂ. നമ്മളെ സൗകര്യം നോക്കിയേ കയറുള്ളൂ. നമ്മളെ സൗകര്യം കൂടെ നോക്കിയേ കയറുള്ളൂ. അതായത് ബസിന്റെ നിരക്കാണ് മെയിനായിട്ട് നോക്കുന്നത്. അത്യാവശ്യം വേണ്ടത് ഇട റോഡിലാണ്. ഈ ബസ് ഇത്തരം ബസ്സുകളില്ല, ഇട റോഡിലാണ് അത്യാവശ്യം വേണ്ടത്. അതാണ് എൽദോ ഇപ്പോൾ ഇവർ പറയുന്നത് നിരക്ക് തന്നെയാണ് ഞങ്ങൾ നോക്കുന്നത്. 10 രൂപ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ബസ് ചൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന യാത്രക്കാർ പറഞ്ഞത് ഒരു പക്ഷേ ഇത് കൂട്ടിയാലും ആ പ്രശ്നമില്ല, ഞങ്ങൾ യാത്ര ചെയ്യുമെന്നുള്ളതായിരുന്നു നേരത്തെ യാത്രക്കാർ പറഞ്ഞത്. എന്നാലും ഒരു കാര്യം വ്യക്തമാണ്, ഇലക്ട്രിക് ബസ്സുകൾ വേണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ജനപ്രതിനിധികൾക്ക് സംശയമില്ല, ജനങ്ങൾക്ക് സംശയമില്ല. ആ ബസ്സിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന ആളുകൾ ആ ബസ്സിന് വീണ്ടും വീണ്ടും ആശ്രയിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ ഈ 10 രൂപ എന്നുള്ള ചാർജ് അത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വിഭാഗങ്ങളെ അല്ലെങ്കിൽ KSRTCയെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പുനരാലോചന വരട്ടെ. ഗതാഗത മന്ത്രി അത്തരത്തിലൊരു നിലപാടിലേക്ക് എത്തട്ടെ. നയം അത് LDFന്റേതാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നല്ലേ വ്യക്തമാക്കിയിരുന്നു. ഒപ്പം മേയറും MLAയും അക്കാര്യത്തിൽ ഊന്നൽ നൽകുകയും ചെയ്യുന്നു. അതിൽ ഒരു പൊതുവായിട്ടുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തട്ടെ. ഇലക്ട്രിക് ബസ് വേണം എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് സംശയമില്ല എന്നുള്ളതാണ് ഈ 1 മണിക്കൂറിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ഔട്ട് ഓഫ് സിലബസ് ഇപ്പോൾ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.